നമസ്കാരം. അഷ്റഫ് കവൽ സാർ ഉണ്ടോ? എത്തിയിട്ടുണ്ടോ? നമസ്കാരം സാർ. അഷ്റഫ് സാർ കേൾക്കാമോ? അഷ്റഫ് കവൽ സാർ കേൾക്കാമോ? മ്യൂട്ടാണ് സാർ. കേൾക്കാമല്ലോ. കേൾക്കാമോ? താങ്ക് യു. ഓക്കെ. Good evening, sir.
അശോക് സാറെ കേൾക്കാവോ? ഗുഡ് ഈവനിങ്. ജിനോ, ഗുഡ് ഈവനിങ് ജിനോ. അബിൻ, ഗുഡ് ഈവനിങ്. ഓക്കെ. അഷ്റഫ് സാറേ, യെസ്. അബിൻ സാറേ വെൽക്കം സ്പീച്ച് പറഞ്ഞ് തുടങ്ങിക്കോട്ടെ അല്ലേ? ഓക്കെ. പ്രവീണ, പ്ലീസ് ടേക്ക് തുടങ്ങിക്കോ. So can I start now? Okay, sir. So good evening all. Welcome to this session of probation certificate course organized by District Probation Office Pathanamthitta and DLSA Pathanamthitta in association with LGRF and Nervari. And today we have our eminent resource person, Mr. Ashraf Kawil sir, District Social Justice Officer Pathanamthitta. So now I call upon Kirti Manoj, member of LGRF from Pathanamthitta, as well as a participant of this program for comparing. Thank you. Over to you, Kirti. Thank you, ma'am. നമസ്കാരം. ജില്ലാ സാമൂഹിക നീതി വകുപ്പും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും പത്തനംതിട്ട പ്രൊബേഷൻ ഓഫീസും ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ പ്രൊബേഷൻ സപ്പോർട്ട് ടീമിന്റെ 14ാമത്തെ സെക്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് ഈ സെക്ഷന് എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി മെമ്പർ ഓഫ് പ്രൊബേഷൻ സപ്പോർട്ട് ടീം മെമ്പർ മിസ് അതുല്യ രതീഷിനെ ക്ഷണിക്കുന്നു. Of course. ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, ഓഡിബിൾ ആണോ? അതെ. നമസ്കാരം. ഞാൻ അതുല്യ രതീഷ്, ബിടെക് ബിരുദധാരിയും സാമൂഹ്യ പ്രവർത്തകയുമാണ്. കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്വാഗതം അർപ്പിക്കുക എന്നതാണ് ഇന്നെന്റെ കർത്തവ്യം. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസ്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി പത്തനംതിട്ട, ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ, നേർവഴി എന്നീ സംഘടനാ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ പേരിലും ഈ പ്രോഗ്രാമിന്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ സുഭാഷ് കുമാർ സാർ, അസിസ്റ്റന്റ് ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ശ്രീ അഷ്റഫ് കാവിൽ സാർ, ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ വയനാട്, സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ. താങ്ക് യു. ശ്രീ എബിൻ എയോ, ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർ പത്തനംതിട്ട, സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സഫി മോഹൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം, സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അനുപമ എൻ, പ്രൊബേഷൻ അസിസ്റ്റന്റ് പത്തനംതിട്ട, മേഡത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ജിനു എം കുര്യൻ, കോഴ്സ് കോർഡിനേറ്റർ, സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം കമ്പയർ ചെയ്യുന്ന മിസ് കീർത്തി മനോജിനെയും ടെക്നിക്കൽ കോർഡിനേറ്ററായ മിസ് അഭിജയെയും സൂപ്പർവിഷൻ ചെയ്യുന്ന മിസ് പ്രവീണയെയും ഈ പ്രോഗ്രാമിലേക്ക് നന്ദി രേഖപ്പെടുത്തുന്ന മിസ് ആതിരയെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും എന്റെ പേരിലും ഈ പ്രോഗ്രാമിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു മാം. അടുത്തതായി ഗ്രാന്റ് ഇൻ എയ്ഡ് സ്കീംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിക്കുന്നതിനായി വയനാട് ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ മിസ്റ്റർ അഷ്റഫ് കാവിൽ സാറിനെ എത്രയും ബഹുമാനത്തോടു കൂടി ഇന്നത്തെ ഈ സെക്ഷൻ നയിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നെന്ന് വിചാരിക്കുന്നു. സർ, കേൾക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനരെ, പത്തനംതിട്ട ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസും DLSA പത്തനംതിട്ടയും LJRF ചേർന്ന് സംഘടിപ്പിക്കുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ 14ാമത്തെ സെഷനാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. തീർച്ചയായും ഇതുവരെയുള്ള സെഷനുകൾ ഈ പ്രൊബേഷൻ സപ്പോർട്ട് ടീമിന്റെ കപ്പാസിറ്റി ഡെവലപ്മെന്റ് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും 1-2 സെഷൻ കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പരീക്ഷ വരാൻ പോവുകയാണ്, ഓൺലൈൻ എക്സാമിനേഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്കീംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പ്ലസ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എൻ്റെ സെഷനിലേക്ക് വരുന്നതിന് മുൻപ് ഞാനിൽ പങ്കെടുക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്തിനായിരിക്കണം ഈ ഒരു സെഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗ്രാന്റ് ഇൻ എയ്ഡ് സ്കീംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന ഒരു ടോപ്പിക് ഉൾപ്പെടുത്തിയതിന്റെ പ്രസക്തി എന്തായിരിക്കും? ഒന്ന് പ്രതികരിക്കാമോ? ഇതിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും? ചോദ്യം ക്ലിയർ ആണല്ലോ. പ്രൊബേഷൻ സപ്പോർട്ട് ടീം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സ്കീംസിനെ കുറിച്ച് ഒരു ടോപ്പിക് വെച്ചതിന്റെ ഉദ്ദേശം, ലക്ഷ്യം, പ്രാധാന്യം എന്തായിരിക്കണം? പ്ലീസ് റെസ്പോണ്ട്. Yes, give awareness to the needy people. Very good. And other, please. Any other comment? Audio, please. Use audio, please. നിങ്ങൾ എത്ര പേര് പങ്കെടുക്കുന്നു കൂടെ അറിയണമല്ലോ. സാമൂഹ്യനീതി വകുപ്പിന്റെ പല പ്രോഗ്രാമുകളെ കുറിച്ചും ജനങ്ങൾക്ക് ഇപ്പം പൊതുവായിട്ട് അറിവില്ല. അപ്പൊ അതിന്റെ വെരി ഗുഡ്. ഓക്കെ, വെൽ ഡൺ. എനി അതർ കമന്റ്? അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. അത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അതിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് എന്നാണ് തോന്നുന്നത്. ഗുഡ് ഗുഡ്. എനി അതർ കമന്റ് പ്ലീസ്? ഓഡിയോ. സാറേ, സാമൂഹ്യനീതി വകുപ്പ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും സ്കീമുകളെ കുറിച്ച് അവയർനെസ് കൊടുക്കാനായിട്ട്. വെരി ഗുഡ് അലക്സ് ആന്റണി, വെരി ഗുഡ്, താങ്ക് യു. എനി അതർ കമന്റ് പ്ലീസ്? ഓക്കെ, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് പ്രൊബേഷൻ സപ്പോർട്ട് ടീമായിട്ടാണ്. ഇനി നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് പ്രൊബേഷൻ സപ്പോർട്ട് ടീമായിട്ടാണ്. അപ്പൊ പ്രൊബേഷൻ എന്ന സംവിധാനം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു ബ്രോഡർ ഐഡിയ നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്, നിങ്ങൾ ജോലി ചെയ്യുന്ന പ്രൊബേഷൻ സംവിധാനം ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബ്രോഡർ പെർസ്പെക്റ്റീവ് വേണം, അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം.
അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രൊബേഷൻ സപ്പോർട്ട് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിരവധി പദ്ധതികളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ റെഫറൻസ് വേണ്ടി വരും. നിങ്ങളെ മുമ്പിൽ എത്തുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒപ്പം നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൽ തന്നെ കടല് പോലെ ആകാശം പോലെ പരന്നു കിടക്കുകയാണ് ഒരുപാട് സ്കീമുകൾ. അപ്പൊ അത്തരം സ്കീമുകൾക്ക് നിങ്ങളെ മുമ്പിലെത്തുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയും. ഈ രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സെഷൻ, ഈ ടോപ്പിക് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രസന്റേഷൻ റെഡിയാണോ അബീൻ? പ്രസന്റേഷൻ പ്ലീസ്. PPT പ്രസന്റേഷൻ. ഓക്കെ, ഒന്നിടും. ജിനോ നമ്മളെ സ്ക്രീനിൽ വരുന്നില്ലല്ലോ അബീൻ? സ്ക്രീനിൽ വന്നിട്ടില്ലല്ലോ. ജിനോ ഇടായിരുന്നല്ലോ. ജിനോ സ്ക്രീൻ കാണുന്നില്ലായിരുന്നു സർ. സ്ക്രീൻ കാണുന്നില്ലല്ലോ. ഇല്ല ഇല്ല കാണുന്നില്ല. ജിനോ അല്ല, ജിനോ ഇല്ല, ജിനോ ജോമോൾ. സർ, PPTയുടെ കാര്യം ടെക്നിക്കൽ സൈഡായിട്ട് ഒന്ന് ചോദിച്ചോട്ടെ. അതെ അതെ, കൊടുത്തിട്ടുണ്ട്. ജിനയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ജിനയ്ക്ക് അത് അയച്ചു കൊടുത്തിട്ടുള്ളതാ. സാർ, ജിനോ ചേട്ടൻ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ചേട്ടൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സാർ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. സാർ കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ഓക്കെ, PPT വന്നോട്ടെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ, സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ വേണം. പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഗുണഭോക്താക്കൾ 4 പേരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവ്, ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആ പേര് വേറൊരു കോയിൻ ചെയ്യുന്നു, വേറൊരു ടെർമിനോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളും എങ്ങനെ യൂസ് ചെയ്യാവുള്ളൂ ഇനി മുതൽ. നമ്മളിനി പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നതിന് പകരമായി നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് അംഗീകരിച്ച ഒരു ടെർമിനോളജി ഉണ്ട്. അത് ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന വാക്കാണ്, അല്ലെങ്കിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ്. അതായത് ഡിസേബിൾഡ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളും അത് ഉപയോഗിക്കരുത്. കാരണം ഡിസേബിൾഡ് എന്ന വാക്ക് ചില വ്യക്തികളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു വാക്കാണ്. അതൊരു പോസിറ്റീവ് ടെർമിനോളജി അല്ല. അതുകൊണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അത് മനഃപൂർവ്വം ഡിഫറൻഷ്യലി ഏബിൾഡ് എന്നാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്നാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഭിന്നശേഷിക്കാർ എന്നാണ് നമ്മൾ ഡിസേബിൾഡ് ആളുകളെ പറയുക. ഡിസേബിൾഡ് എന്ന വാക്കിന് പകരം ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. മലയാളത്തിൽ അത് ഭിന്നശേഷി ഉള്ളവർ എന്ന് പറയാം, ഭിന്നശേഷിക്കാർ എന്ന് പറയാം. അപ്പൊ ഭിന്നശേഷിയുള്ള ആളുകളെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ഗ്രൂപ്പായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിഷ്യറിയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ. സെക്കൻഡായിട്ട് നമുക്ക് വരുന്നത് സീനിയർ സിറ്റിസൺസ് ആണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരന്മാർ. നമ്മൾ വയോജനങ്ങൾ എന്ന് പറയുന്നതിന് പകരം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ലൊരു പോസിറ്റീവ് ടെർമിനോളജിയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. സീനിയർ സിറ്റിസൺസ്, മുതിർന്ന പൗരന്മാർ. നമ്മൾ അവരെ വയോജനങ്ങൾ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വയസ്സന്മാർ എന്ന് പറഞ്ഞ്, വൃദ്ധന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അവഗണിക്കുന്നതിന് പകരം നമുക്ക് അവർക്ക് നന്നായിട്ടൊരു ടേം കൊടുക്കുകയാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ്. അതുകൊണ്ട് സീനിയർ സിറ്റിസൺസ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് വരിക. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗമാണ്. ട്രാൻസ്ജെൻഡർ, അവരുടെ നമ്മൾ മറ്റൊരു രീതിയിലും നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല. അവരുടെ ഭിന്ന ലിംഗക്കാർ എന്നോ അല്ലെങ്കിൽ മൂന്നാം ലിംഗക്കാർ എന്നോ വിളിക്കരുത്. ആ ഗ്രൂപ്പിന് തന്നെ അത് ഇഷ്ടമില്ല. ആ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെ ആ പദങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന ഇംഗ്ലീഷ് പദം തന്നെയാണ് നമ്മൾ മലയാളത്തിലും അവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അവരെ മൂന്നാം ലിംഗക്കാർ എന്നോ അല്ലെങ്കിൽ ഭിന്ന ലിംഗക്കാർ എന്നോ വിശേഷിപ്പിക്കേണ്ടതില്ല. കാരണം അങ്ങനെ വിശേഷിപ്പിക്കരുത് എന്ന് അവരുടെ അസോസിയേഷൻ, അവരുടെ ഓർഗനൈസേഷൻ തന്നെ നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുന്നു
ട്രാൻസ്ജെൻഡർ. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ പറയുന്നത്. അവരതിനെ പറയാൻ കാരണം നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ എന്ന ഇംഗ്ലീഷിൽ മലയാളത്തിലും ഒരുപോലെ പറയുന്നത് പോലെ, ലാപ്ടോപ്പ് എന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ പറയുന്നത് പോലെ, ബെഞ്ച് എന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ പറയുന്നത് പോലെ നമ്മൾ അവരെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ മതി ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ വിഭാഗം ട്രാൻസ്ജെൻഡർ ആണ്. നാലാമത്തെ വിഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ട് നമ്മൾ പ്രൊബേഷൻ സംവിധാനമാണ്. നിങ്ങളിപ്പോ പ്രൊബേഷൻ സപ്പോർട്ട് ടീമാണല്ലോ. അപ്പൊ പ്രൊബേഷന്റെ മേഖലയിൽ വരുന്ന സാമൂഹ്യ പ്രതിരോധ മേഖലയിൽ വരുന്ന പ്രൊബേഷണർമാർ, മുൻ തടവുകാർ, ഡെസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രതിരോധ മേഖലയിൽ നമ്മുടെ അറ്റൻഷൻ കിട്ടുന്ന നാലാമത്തെ വിഭാഗം. ഇങ്ങനെയുള്ള കാറ്റഗറികളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്കീംസ് കൊണ്ട് അഡ്രസ് ചെയ്യുന്നത്. അപ്പം പ്രകടമാണല്ലോ, വ്യക്തമാണല്ലോ. 1 സീനിയർ ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഏബിൾഡ് ആളുകൾ, ഭിന്നശേഷിക്കാർ. 2 ട്രാൻസ്ജെൻഡർ. 3 സീനിയർ സിറ്റിസൺ. 4 പ്രൊബേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് വരുന്ന നമ്മുടെ സാമൂഹ്യ പ്രതിരോധ മേഖലയിലെ ആളുകൾ. അതുകൊണ്ട് നമുക്ക് ഓരോ രീതിയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഭിന്നശേഷിക്കാരുടെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും നമ്മൾ നിരവധി സ്കീമുകൾ സാമൂഹ്യനീതി വകുപ്പ് വളരെ വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ്. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പദ്ധതി. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇതിന്റെ പിന്നെ PPT ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം. എങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാം. ഫസ്റ്റ് 1 നമുക്ക് എടുക്കുന്നു, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, ഡ്രോപ്പ് ഔട്ട് ആകാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുന്നതിന് വേണ്ടി, ആ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുന്നതിന് വേണ്ടി നമ്മൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്കോളർഷിപ്പ് ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ്. എൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ഞാൻ പറയാം. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 36,000 രൂപയിൽ അധികരിക്കരുത്, അല്ലെങ്കിൽ അതിന്റെ താഴെ ആയിരിക്കണം. സ്കോളർഷിപ്പിനായി അപേക്ഷിക്കുന്നതിന്റെ മുൻവർഷം കുറഞ്ഞത് 40% മാർക്ക് നേടിയിരിക്കണം. അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കായിരിക്കണം. അർഹതപ്പെട്ട അപേക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുക. അതാണ് അതിന്റെ ഒരു പദ്ധതി. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. രണ്ടാമത്തെ പദ്ധതി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വിദ്യാകിരണം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി 1ാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ PG കോഴ്സ് പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ്. അതായത് 1ാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ സ്കോളർഷിപ്പ് പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ, നേരത്തെ ഞാൻ പറഞ്ഞത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കുള്ളതാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഭിന്നശേഷി വേണമെന്നില്ല, കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഭിന്നശേഷി ഉണ്ടെങ്കിലും കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കും. അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്? 1 മുതൽ 5ാം ക്ലാസ് വരെ സ്കോളർഷിപ്പ് 300 രൂപയായിരിക്കും കിട്ടുക. അപ്പൊ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ കുട്ടികൾക്ക് പഠിക്കാൻ 300 രൂപ കിട്ടും. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 500 രൂപ കിട്ടും. അങ്ങനെ 10 മാസം, 2 മാസം ഒഴിവാണല്ലോ, 5000 രൂപ കിട്ടും. +1, +2, ITI തത്തുല്യമായ മറ്റ് കോഴ്സുകൾ സ്കോളർഷിപ്പ് നിരക്ക് 750 അപ്പം 10 മാസത്തേക്ക് 7500 രൂപ കിട്ടും. ഡിഗ്രി, PG, പോളിടെക്നിക് തത്തുല്യമായ ട്രെയിനിങ് കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ സ്കോളർഷിപ്പ് നിരക്ക് 1 മാസം 1000 രൂപ വെച്ച് 10 മാസം 10000 രൂപയായിരിക്കും. ഇതാണ് വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ക്ലിയർ ആണല്ലോ? വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി മാതാപിതാക്കൾക്ക് ഭിന്നശേഷി ഉണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു, അതിന്റെ എമൗണ്ട് ഞാൻ പറഞ്ഞു. ഇനി 3ാമത്തെ പദ്ധതിയിലേക്ക് വരികയാണ്. വിദ്യാജ്യോതി പദ്ധതിയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. 3ാമത്തെ സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് വിദ്യാജ്യോതി പദ്ധതിയാണ്. വിദ്യാജ്യോതി പദ്ധതി എന്ന് പറയുന്നത് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് മുതൽ PG കോഴ്സ് വരെ 40% അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പഠിക്കാനുള്ള സ്കോളർഷിപ്പാണ്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് യൂണിഫോം വാങ്ങാനും അതുപോലെ പഠനോപകരണങ്ങൾ വാങ്ങാനും നമുക്ക് അവർക്ക്
പണം കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അതാണ് വിദ്യാജ്യോതി. ഇവിടെ യൂണിഫോം വാങ്ങാനും പഠനോപകരണങ്ങൾ വാങ്ങാനും പണം കൊടുക്കും. നിങ്ങൾ നോട്ട് ചെയ്യുക, 9ാം ക്ലാസ് മുതലാണ് ആ പദ്ധതി ആരംഭിക്കുന്നത്. 9 മുതൽ 10ാം ക്ലാസ് വരെ പഠനോപകരണങ്ങൾക്ക് 500 രൂപ കിട്ടും. യൂണിഫോം വാങ്ങാൻ 1500 രൂപ കിട്ടും. അപ്പോൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങാൻ, ലേണിംഗ് എയ്ഡ്സ് വാങ്ങാൻ വേണ്ടി 500 രൂപ കൊടുക്കും. അവർക്ക് തന്നെ യൂണിഫോം വാങ്ങാൻ വേണ്ടി നമ്മൾ 1500 രൂപ കൊടുക്കും. അതുപോലെ +1, +2, ITI, പോളിടെക്നിക്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഈ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾക്ക് 2000 രൂപ കൊടുക്കുന്നുണ്ട്, 2000 രൂപ കൊടുക്കുന്നുണ്ട്. അതേസമയം അവർക്ക് യൂണിഫോം വാങ്ങാൻ 2000 രൂപ കിട്ടും. 1500 രൂപ ആണ് നേരത്തെ നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഇവിടെ 2000 രൂപ പഠനോപകരണം വാങ്ങാനും 2000 രൂപ യൂണിഫോം വാങ്ങാനും കിട്ടും. ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾക്ക് 3000 രൂപ കിട്ടും. ഒരു ജില്ലയിൽ 30 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടും. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ പഠനോപകരണങ്ങൾക്ക് 3000 രൂപ കിട്ടും. ഒരു ജില്ലയിൽ 30 കുട്ടികൾ കിട്ടും. അപ്പം നമ്മൾ നേരത്തെ സ്കോളർഷിപ്പ് ക്ലാസ് മുതൽ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ഈ പദ്ധതി പ്രകാരം നമ്മൾ പഠനോപകരണം വാങ്ങാനും യൂണിഫോം വാങ്ങാനുമുള്ള പദ്ധതിയാണ്. നോട്ട് ചെയ്യുക. ഇനി നമ്മൾ 4ാമത്തെ പദ്ധതിയിലേക്ക് പോവുകയാണ്. 4ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് തുല്യതാ പരീക്ഷ എഴുതാനുള്ള ധനസഹായ പദ്ധതിയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു, കുട്ടികളുടെ കൂടെ നടക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ്. 1 മുതൽ പ്രൊഫഷണൽ കോഴ്സ് വരെ, ഈ ഡിഗ്രി മുതൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് വരെ നമ്മൾ കൂടെ നടക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവരുടെ പഠനം ഏതെങ്കിലും ഘട്ടത്തിൽ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് തുല്യതാ പരീക്ഷ എഴുതാൻ, ഈ സാക്ഷരതാ പരിപാടിയുടെ തുടർ വിദ്യാഭ്യാസ പരിപാടിയുണ്ട്, അതുവഴി അവർക്ക് തുല്യതാ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട്. അതായത് +1, +2, SSLC തുല്യതാ പരീക്ഷ എഴുതാനായി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീസ് അല്ലെങ്കിൽ പരീക്ഷാ ഫീസ് നൽകുന്ന പദ്ധതിയാണത്. കോഴ്സ് ഫീസും പരീക്ഷാ ഫീസും നൽകും നമ്മൾ. അതിന്റെ ക്രൈറ്റീരിയ ഭിന്നശേഷി 40% അതിന് മുകളിലായിരിക്കണം. ഓക്കെ, സ്ലൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 4ാമത്തെ സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, നെക്സ്റ്റ് പ്ലീസ്. ഒക്കെ നമ്മൾ പറഞ്ഞു. അടുത്തത് പോയിക്കോട്ടെ. അടുത്തത് നെക്സ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഫോർ. യെസ്, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തൊട്ട മുൻപ് 4th 4 PPT നമ്പർ 4. പ്രീവിയസ് സ്ലൈഡ് പ്ലീസ്. നമ്പർ 4. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, പ്ലീസ് സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, PPT തടസ്സം നേരിടുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പോവാം. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് തുല്യത പരീക്ഷ എഴുതാനുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ്. SSLC, +2 40% അതിന് മുകളിലായിരിക്കണം അവരുടെ ഡിസബിലിറ്റി. APL, BPL വ്യത്യാസമില്ലാതെ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. നിലവിൽ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് 1600 രൂപ പരീക്ഷാ ഫീസ്, 3000 രൂപ കിട്ടും. +1, +2 പരീക്ഷയ്ക്ക് കോഴ്സ് ഫീസ് 2250 രൂപയും പരീക്ഷാ ഫീസ് 500 രൂപയും കിട്ടും. ഇതാണ് തുല്യതാ പരീക്ഷ എഴുതാനുള്ള സ്കോളർഷിപ്പ് പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് മാതൃജ്യോതി പദ്ധതിയാണ്. ഓക്കെ, 5 സ്ലൈഡ് 5. മാതൃജ്യോതി പദ്ധതി എന്ന് പറയുന്നത് കാഴ്ചപരമായി വെല്ലുവിളി നേരിടുന്ന മാതാവിന് പ്രസവിച്ച് കുഞ്ഞുണ്ടായാൽ, ഈ സ്ലൈഡ് ഒന്ന് വലുതാക്കുമോ പ്ലീസ്? ഒന്ന് ഫുൾ സ്ക്രീനിൽ ഉണ്ടാവുമോ? 5 PPT സ്ക്രീൻ ഒന്ന് ഫുൾ സ്ക്രീനിൽ ഉണ്ടാവുമോ? നേരത്തെ കാണിച്ചതുപോലെ ഫുൾ സ്ക്രീൻ PPT ഫുൾ സ്ക്രീനിൽ ഒന്ന് ഉണ്ടാവുമോ? ഫുൾ സ്ക്രീൻ.
മാതൃജ്യോതി പദ്ധതി. ഓക്കെ, മാതൃജ്യോതി പദ്ധതി എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള അല്ലെ കാഴ്ച ഇല്ലാത്ത അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ പിറന്നാൽ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി 2000 രൂപ നിരക്കിൽ പരമാവധി 2 വർഷത്തേക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. കാഴ്ച വൈകല്യം തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വേണം, ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് വേണം, വരുമാന സർട്ടിഫിക്കറ്റ് വേണം, BPL ആണെങ്കിൽ റേഷൻ കാർഡിന് പകർപ്പ് വെക്കണം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വേണം, പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജ് വെക്കണം. അതാണ് മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി. അതായത് കാഴ്ച പരിമിതിയുള്ള കാഴ്ചയില്ലാത്ത അമ്മയ്ക്ക് കുഞ്ഞു പിറന്നാൽ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി 2000 രൂപ കൊടുക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ ഒരു പദ്ധതിയുണ്ട്, ഭിന്നശേഷിയുള്ള വനിതകൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായ പദ്ധതി. അപ്പൊ ഭിന്നശേഷിയുള്ള വനിതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ധനസഹായം നൽകുന്നുണ്ട്. 10,000 രൂപ അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് പിന്നെ ഈ ഡിസബിലിറ്റി മൂലം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയ ആളുകൾക്ക് പെൺകുട്ടികൾ ഉണ്ടായാൽ കല്യാണപ്രായം എത്തുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി നമ്മൾ 10,000 രൂപ കൊടുക്കുന്ന സഹായം പദ്ധതി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കി വരുന്നുണ്ട്. ഓക്കെ, ഇനി 7ാമത്തെ പദ്ധതിയിലേക്ക് പോവുകയാണ്. അപ്പൊ 6 പദ്ധതികൾ ഞാൻ ഓൾറെഡി വിശദീകരിച്ചു കഴിഞ്ഞു. 7ാമത്തെ പദ്ധതി ഭിന്നശേഷിയുള്ളവർക്ക് ചികിത്സാ ധനസഹായ പദ്ധതിയാണ്. 5,000 രൂപ സാമൂഹ്യനീതി വകുപ്പ് അവരുടെ വ്യത്യസ്തമായ ചികിത്സകൾക്ക് വേണ്ടി നൽകി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർക്കാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ വിദ്യാഭ്യാസമാണ് പറഞ്ഞത്, പിന്നെ നമ്മൾ പെൺകുട്ടികളുടെ കല്യാണം പറഞ്ഞു, ഇനി നമ്മൾ പറയുന്നത് അവരുടെ രോഗത്തിന് ചികിത്സ വന്നാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അവരെ സഹായിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട്. ഇനി 8ാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അഭിഭാഷകർ, ഈ മേഖലയിലുള്ള അഭിഭാഷകർ അഡ്വക്കേറ്റുമാരുണ്ട്. അവർക്ക് ശാരീരികമായ വെല്ലുവിളികളോ കാഴ്ചപരമായ വെല്ലുവിളികളോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പിന്നെ റീഡേഴ്സ് അലവൻസ് ആയിട്ട് പ്രതിമാസം 4,000 രൂപ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. റീഡേഴ്സ് അലവൻസ് 4,000 രൂപ കൊടുക്കും. അവർക്ക് നിയമപുസ്തകം വാങ്ങാനും പ്രൊഫഷണൽ സ്യൂട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ 4,000 രൂപ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നോൺ റിക്കറിംഗ് ഫണ്ടായിട്ട് ഒറ്റത്തവണ നമ്മൾ അനുവദിക്കുന്ന പദ്ധതിയാണിത്. അതുകൊണ്ട് നമുക്ക് റീഡേഴ്സ് അലവൻസ് ആയിട്ട് പ്രതിമാസം 4,000 രൂപ കൊടുക്കും. സ്യൂട്ട്, പ്രൊഫഷണൽ സ്യൂട്ട്, നിയമപുസ്തകം വാങ്ങാൻ വേണ്ടി നമ്മൾ 3,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഡിഫറൻഷ്യൽ ഏബിളിന്റെ കൂടെ നടക്കുന്നുണ്ട്. അവർക്ക് അഭിഭാഷകർക്ക് നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി 9ാമത്തെ പദ്ധതിയിലേക്ക് പോവുകയാണ് നമ്മൾ. 9ാമത്തെ പദ്ധതി സ്വാശ്രയ പദ്ധതിയാണ്. സ്വാശ്രയ പദ്ധതി എന്ന് പറയുന്നത് നമുക്കറിയാം, പിന്നെ തീവ്രമായ ശാരീരികമായ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള മക്കളുണ്ട്. അവർ കട്ടിലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അത്തരം അമ്മമാർക്ക് പിന്നെ പുറത്ത് പോകാൻ കഴിയുന്നില്ല, വേറെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അവർക്ക് നമുക്ക് സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടി BPL കുടുംബത്തിൽപ്പെട്ട ഇത്തരം കിടപ്പിലായ ആളുകളുടെ അമ്മമാർക്ക് നമ്മൾ ധനസഹായം കൊടുക്കുന്നുണ്ട്. ആ ഒരു പദ്ധതിയാണ് സ്വാശ്രയ. അതിന്റെ കണ്ടീഷൻ ഞാൻ പറയാം. BPL കുടുംബമായിരിക്കണം, ഈ ഭിന്നശേഷി 70% മുകളിലായിരിക്കണം, അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി 70% കൂടുതലുള്ള വ്യക്തികളായിരിക്കണം. ആ മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾക്കാണ് ഈ ആനുകൂല്യം കിട്ടുക. ശാരീരിക വെല്ലുവിളി നേരിടുന്ന കിടപ്പ് രോഗിയുടെ മാതാവിന് അല്ലെങ്കിൽ രക്ഷാകർത്താവിന് മുൻഗണന നൽകും. അപ്പം വിധവകൾക്കോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ആളുകൾക്കോ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിട്ടും സ്ത്രീകളെ നോക്കുന്നില്ല, മദ്യപാനം കൊണ്ട് പോകുന്നു, അത്തരം ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബനാഥകളെ, ഭിന്നശേഷിയുള്ള മക്കളുള്ള കുടുംബനാഥകളെ സഹായിക്കാനാണ് സ്വാശ്രയ പദ്ധതി. 35,000 രൂപയാണ് സ്വയം തൊഴിൽ സഹായമായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നൽകി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ 10ാമത്തെ സ്കീമിലേക്ക് വരികയാണ്. 10ാമത്തെ സ്കീം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വിദൂര വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ്. അവർക്ക് നമ്മൾ സ്കോളർഷിപ്പ് നൽകുക 10,000 രൂപ വിദൂര ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന് നമ്മൾ സ്കോളർഷിപ്പായിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് 10,000 രൂപ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ 10,000 രൂപ കൊടുക്കുന്ന പദ്ധതിയും നടപ്പിലാക്കി വരുന്നുണ്ട്. അതാണ് 10ാമത്തെ പദ്ധതി. ഇനി 11ാമത്തെ ഒരു പദ്ധതി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വിജയാമൃതം എന്നാണ് ആ പദ്ധതിയുടെ പേര്. വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതി നമുക്കറിയാം, ഈ ഡിസബിലിറ്റിയോട് പൊരുതിയിട്ട് നല്ല ഉന്നത പഠന നിലവാരം കാഴ്ചവെക്കുന്ന കുട്ടികളുണ്ട്. ഡിഗ്രി
PG കോഴ്സുകളിലൊക്കെ അവരെ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി. അപ്പൊ നമ്മൾ ഡിഗ്രി തത്തുല്യമായ കോഴ്സുകൾക്ക് നമ്മൾ 60% ആർട്സ് വിഷയങ്ങളിൽ വാങ്ങി വിജയിച്ചിരിക്കണം, 80% സയൻസ് വിഷയങ്ങളിൽ വാങ്ങി വിജയിച്ചിരിക്കണം. അത്തരം കുട്ടികൾക്ക് നമ്മൾ 8000 രൂപ ക്യാഷ് അവാർഡായിട്ട് കൊടുക്കുന്നുണ്ട്. 8000 രൂപ ക്യാഷ് അവാർഡ് കൊടുക്കും. അതുപോലെ PG പ്രൊഫഷണൽ കോഴ്സിന് നമ്മൾ 60% മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ 10,000 രൂപ ക്യാഷ് അവാർഡ് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അതാണ് വിജയാമൃതം പദ്ധതി. അതിന് അപേക്ഷ കൊടുക്കേണ്ടത് സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർക്കാണ്. മറ്റൊരു പദ്ധതിയാണ് സഹചാരി പദ്ധതി. സഹചാരി എന്ന് പറയുന്നത് പരസഹായം ആവശ്യമായ 40% മുകളിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പഠനത്തിലും മറ്റു കാര്യനിർവഹണത്തിലും സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തിനെ ആദരിക്കുന്ന പരിപാടിയാണ് ആ പദ്ധതി. അവരെ നമ്മൾ ആദരിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഈ ഡിഫറൻഷ്യൽ ഏബിൾഡായ കുട്ടികളെ സഹായിക്കുന്ന കൂട്ടുകാരെ നമ്മൾ ആദരിക്കും, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. കാരണം അത്തരം മാനുഷികമായ ഒരു സ്നേഹവും അവർ സൗഹാർദ്ദ മനോഭാവം വളർത്താൻ വേണ്ടി നമ്മൾ അവരെയും കൂടി ആദരിക്കുന്നുണ്ട്. ആ പദ്ധതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സഹചാരി പദ്ധതി, കൂടെ നടക്കുന്ന സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി. മാത്രവുമല്ല, ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസ് വഴിയാണ് RPWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ഉണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ, അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഒക്കെ നോഡൽ ഓഫീസ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസാണ്. നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം ഡിഫറൻഷ്യൽ ഏബിൾഡായ മക്കൾക്ക് ഗാർഡിയനെ ഫിക്സ് ചെയ്യുന്ന സംവിധാനമുണ്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം. ആ ആക്ട് പ്രകാരം ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതും നമ്മളെ സാമൂഹ്യനീതി വകുപ്പാണ്. ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻഷ്യൽ ഏബിൾഡ് സെക്ടറിലുള്ള പദ്ധതികളെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് നോക്കിയറിയാം 12ഓളം സഹായ പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതാണ് ഈ മേഖലയിലുള്ള നമ്മളുടെ ഇടപെടൽ. ഓക്കെ, അപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതിലേക്ക് പോകാമോ നമുക്ക്? പോകാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പോകുന്നത്, ഇതിവിടെ ഞാൻ പറഞ്ഞത് ഡിഫറൻഷ്യൽ ഏബിൾഡ് സെക്ടറിലെ ആളുകളെ സാമൂഹ്യനീതി വകുപ്പ് എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ മിശ്ര വിവാഹിതരായ ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നമുക്കറിയാം, മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ജാതിയും മതവും ഇല്ലാത്ത ഒരു മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ലോകം തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ആളുകൾ പ്രേമിച്ച് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കണം, അവർക്ക് സുരക്ഷിതമായ ഒരു സമൂഹത്തിൽ ജീവിക്കണം. അതിനുവേണ്ടി ഒരു മിശ്ര വിവാഹ ധനസഹായ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗത്തിൻ്റെത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നടപ്പിലാക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ വരെ അവിടെ കിട്ടും. പക്ഷെ നമ്മൾ നടപ്പിലാക്കുന്നതും പട്ടികജാതി പട്ടികവർഗം അല്ലാത്ത മറ്റ് ജാതിയിൽപ്പെട്ട 2 ജാതിയിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 30,000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരുടെ വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഭിന്ന ജാതികളിൽപ്പെട്ട 2 പേർ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ 30,000 രൂപ കൊടുക്കുന്നുണ്ട്. അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ പറയാം. ദമ്പതിമാരുടെ വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയാണ്, അതിന് താഴെ ആയിരിക്കണം. നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ധനസഹായത്തിന് അർഹതയുള്ളൂ. അതുകൊണ്ട് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ദമ്പതികൾക്ക് ധനസഹായത്തിന് 1 തവണ മാത്രമേ അർഹതയുള്ളൂ, ഒരിക്കൽ മാത്രമേ കിട്ടുള്ളൂ. ധനസഹായമായി നൽകുന്ന തുക വ്യവസായം ആരംഭിക്കാൻ അല്ലെങ്കിൽ സ്ഥലം വാങ്ങൽ, ഭവന നിർമ്മാണം തുടങ്ങിയ മൂലധന നിക്ഷേപങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. അപേക്ഷ വിവാഹത്തിന് ശേഷം 1 വർഷത്തിന് ശേഷം 2 വർഷത്തിനകം സമർപ്പിച്ചതാവണം. അപ്പോൾ വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനകവും 2 വർഷത്തിനകം സമർപ്പിച്ചുള്ള അപേക്ഷകളെ സ്വീകരിക്കും. 2 വർഷത്തിന് ശേഷം ലഭിക്കുന്ന പ്രത്യേക കേസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് മിശ്ര വിവാഹിതർക്ക് സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന സംവിധാനം. അപ്പോൾ മിശ്ര വിവാഹിതരായ ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു പദ്ധതി ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പോയിക്കോട്ടെ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ പ്രൊബേഷൻ സപ്പോർട്ട് ടീമാണ്.
അപ്പൊ പ്രൊബേഷൻ ഓഫീസ് വഴി നടപ്പിലാക്കുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്കീമിനെ കുറിച്ചാണ്. ഒരു പക്ഷേ മുൻകൂട്ടി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, എങ്കിൽ നമ്മൾ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. കാരണം നിങ്ങൾ പ്രൊബേഷൻ സപ്പോർട്ട് ടീമാണ്, നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 4-5 പദ്ധതികളെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊബേഷൻ ഓഫീസുകൾ വഴി പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്കീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, മനഃപ്പാടമായിരിക്കണം ആ ഒരു പദ്ധതികളെ കുറിച്ച്. അതുകൊണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ജയിൽ തടവുകാരുടെ ആശ്രിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ധനസഹായമാണ്. അതായത് ഇപ്പോൾ തടവിൽ കഴിയുന്ന ആളുകളുണ്ട്, സെൻട്രൽ ജയിലുകളിൽ, ജില്ലാ ജയിലുകളിൽ ശിക്ഷ കിട്ടി കഴിയുന്ന ആളുകളുടെ ആശ്രിതർക്ക് നമ്മളൊരു സ്വയം തൊഴിൽ ധനസഹായ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ആരാണ് ആശ്രിതർ? തടവിൽ കഴിയുന്ന പുരുഷനാണെങ്കിൽ അയാളുടെ ഭാര്യ, സ്ത്രീയാണെങ്കിൽ ഭർത്താവ്, പിന്നെ കല്യാണം കഴിക്കാത്ത മക്കൾ, ഇവരാണ് ആശ്രിതരുള്ളൂ. മറ്റാരും ആശ്രിതരായിട്ട് ഉൾപ്പെട്ടിട്ടില്ല. തടവിൽ കഴിയുന്ന ആളുടെ അമ്മയോ അച്ഛനോ ആശ്രിതരായിട്ട് പെട്ടിട്ടില്ല. നിലവിൽ നിങ്ങൾ ഓർക്കണം, 2 പേരെ പെടുന്നുള്ളൂ, ഒന്ന് ഭർത്താവ്, ഭാര്യ, അല്ലെങ്കിൽ വിവാഹം കഴിയാത്ത മക്കൾ, ഇവരാണ് ആശ്രിതർ. ഇവർക്ക് സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടി ഇപ്പം 15,000 രൂപ 15,000 rupees നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താ കണ്ടീഷൻ? 5 വർഷമോ അതിലധികമോ കാലം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞു വരുന്ന വ്യക്തികളായിരിക്കണം. അതുകൊണ്ട് 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ട് ജയിൽ കഴിയുന്നവർക്കുള്ള പദ്ധതിയാണിത്, അവരുടെ ആശ്രിതർക്കുള്ള. കുറ്റവാളിയുടെ ആശ്രിതർ ഞാൻ പറഞ്ഞു, ഭാര്യ, ഭർത്താവ്, തൊഴിൽരഹിതരും അവിവാഹിതരുമായ മകൻ, മകൾ, ഇതായിരിക്കണം പദ്ധതി. യെസ്, ഇതാണ് ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നുണ്ട്. അപേക്ഷകന്റെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തായിരിക്കണം. അപേക്ഷകൻ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തായിരിക്കും. ഇതാണ് ആശ്രിതർക്കുള്ള ധനസഹായ പദ്ധതിയുടെ ക്രൈറ്റീരിയ. അതുകൊണ്ട് നിങ്ങൾ പ്രൊബേഷൻ സപ്പോർട്ട് ടീമിന് തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി ആവശ്യമായിട്ട് വരും. പലപ്പോഴും നിങ്ങൾ ഇത്തരം ആളുകളെ കാണേണ്ടി വരും. അപ്പൊ അവരോട് നിങ്ങൾ ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നിലവില് അപേക്ഷകൾ കുറവാണ് പൊതുവെ, അത് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അടുത്തത് ജയിൽ തടവുകാരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായ പദ്ധതിയാണ്. അതായത് തടവിൽ കഴിയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് നോക്കുന്നുണ്ട്. BPL കാരായ തടവുകാരായിരിക്കണം. കുട്ടികളുടെ ആഹാരം, വസ്ത്രം, സ്കൂൾ ഫീസ് തുടങ്ങിയ ചെലവുകൾക്കായാണ് തുക അനുവദിക്കുന്നത്. 5 വയസ്സിന് താഴെയും 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയും പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിവർഷം 3,000 രൂപ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻഷ്യൽ ഏബിൾഡ് സ്കീമിന്റെ അതേ സ്കീം തന്നെയാണ് നമ്മൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ 5 വയസ്സ് വരെ താഴെ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ 300 രൂപ ഒരു മാസം വെച്ച് 10 മാസം 3,000 രൂപ കിട്ടും. 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ 5,000 രൂപ കിട്ടും 10 മാസം. ഒരു മാസം 500 രൂപ വെച്ച് 10 മാസം 5,000 രൂപ കിട്ടാം. +1, +2 പഠിക്കുന്നവർക്ക് 750 പെർ മന്ത് വെച്ച് 10 മാസത്തേക്ക് 7,500 കിട്ടും. ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സിന് 10,000 രൂപ കിട്ടും. പ്രതിമാസം 1,000 വെച്ച് 10 മാസത്തേക്ക് 10,000 രൂപ കിട്ടും. ഇതാണ് തടവുകാരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ്. ഇതിന്റെ അപേക്ഷ തടവുകാർ ജയിൽ സൂപ്രണ്ടിനാണ് കൊടുക്കേണ്ടത്, പ്രൊബേഷൻ ഓഫീസർക്കല്ല. നേരത്തെ മുൻപ് ഞാൻ പറഞ്ഞ ആശ്രിതർക്കുള്ളത് നമ്മളെ പ്രൊബേഷൻ ഓഫീസർക്കാണ് നൽകേണ്ടത്. ഈ പദ്ധതിയുടെ അപേക്ഷ തടവുകാർ കൊടുക്കേണ്ടത് ജില്ലാ ജയിൽ സൂപ്രണ്ടിന് അല്ലെങ്കിൽ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനായിരിക്കണം. ക്ലിയർ ആണല്ലോ? നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ്. ജയിൽ തടവുകാരുടെ കുട്ടികൾക്കുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ധനസഹായ പദ്ധതി. നേരത്തെ ഞാൻ പറഞ്ഞു ഡിഗ്രി വരെ ഉള്ളൂ. ഇനി നമ്മൾ പ്രൊഫഷണൽ ഡിഗ്രി, MBBS, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, MBBS, BVHS തുടങ്ങിയ വെറ്ററിനറി തുടങ്ങിയ കോഴ്സുകൾക്ക് നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. എന്താണ് ക്രൈറ്റീരിയ? 1 ലക്ഷം രൂപ വരെ നമ്മൾ ധനസഹായം കൊടുക്കുന്നുണ്ട്. BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കണം, BPL ലിസ്റ്റ് ആയിരിക്കണം. ജീവപര്യന്തമോ വധശിക്ഷയ്ക്കോ ശിക്ഷിക്കപ്പെട്ട തടവുകാരുടെ കുട്ടികളായിരിക്കണം. ജീവപര്യന്തമോ വധശിക്ഷയ്ക്കോ വിധിക്കപ്പെട്ട തടവുകാരായിരിക്കണം, അവരുടെ കുട്ടികളായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 2 വർഷമായി ജയിലിൽ കഴിയുന്ന കുറ്റവാളിയുടെ മക്കളായിരിക്കണം. നിർബന്ധമായും സർക്കാർ മെറിറ്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളായിരിക്കണം. കാരണം വലിയ എമൗണ്ടാണ് കൊടുക്കുന്നത്, 1 ലക്ഷം വരെ. അതുകൊണ്ടാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ 70% അതിലധികമോ മാർക്ക് ലഭിച്ചിരിക്കണം. ഒരു കുടുംബത്തിൽ 1-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലും ആനുകൂല്യം നൽകും. അപ്പൊ നിങ്ങൾ നോക്കൂ, തടവുകാരുടെ മക്കൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വരെ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണിത്. അപ്പൊ നിങ്ങളോട് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾ തടവുകാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, തടവുകാരുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിന്റെ ഉത്തരമാണ് ഈ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതികൾ. നിങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്ലൈഡ് 17ലേക്ക് വന്നാൽ, മുൻ കുറ്റവാളികൾ, പ്രൊബേഷണർ എന്നിവർക്കുള്ള ധനസഹായ പദ്ധതി. മുൻ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളുകൾ. പ്രൊബേഷണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ പ്രൊബേഷൻ സൂപ്പർവിഷൻ കഴിയുന്ന ആളുകൾ. അവർക്ക് നമ്മൾ ധനസഹായ പദ്ധതി ഉണ്ട്.
അവർക്ക് സൂപ്പർവിഷന്റെ പ്രൊബേഷണർമാരാണെങ്കിൽ സൂപ്പർവിഷന്റെ പകുതി ഭാഗം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് 15,000 രൂപ ധനസഹായമായിട്ട് കൊടുക്കാം. തടവുകാർക്ക് അങ്ങനെ സൂപ്പർവിഷന്റെ പീരീഡ് കഴിയണമെന്ന് പറയുന്നില്ല. അവര് തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മതി. അവർക്ക് 15,000 രൂപ സ്വയം തൊഴിൽ ധനസഹായത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതിന്റെ അപേക്ഷ വാങ്ങേണ്ടത് നിങ്ങൾ പ്രൊബേഷൻ ഓഫീസർമാരാണ്. നമ്മൾ പ്രൊബേഷൻ ഓഫീസർ വഴിയാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത്. മുൻ കുറ്റവാളികൾ, പ്രൊബേഷണർമാർ എന്നിവർക്കുള്ള ധനസഹായ പദ്ധതി. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് നമ്മൾ നടപ്പിലാക്കുന്നത്. റൈറ്റ്. അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ജെൻഡർ പദ്ധതിയിലേക്ക് വരാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു ഡിഫറൻഷ്യൽ ലേബിൾ സെക്ടറിൽ പറഞ്ഞു, പ്രൊബേഷൻ സെക്ടറിൽ പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് ട്രാൻസ്ജെൻഡർ മേഖലയുടെ പദ്ധതികളെ കുറിച്ചാണ്. ഇതുവരെ ക്ലിയർ ആണോ? പ്ലീസ് എനിവൺ പ്ലീസ് റെസ്പോണ്ട്. യെസ് സർ, ക്ലിയർ ആണ്. യെസ് സർ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. നമുക്ക് മുന്നോട്ട് പോകാലോ? പോകാം സർ. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ജെൻഡർ പദ്ധതികളെ കുറിച്ചാണ്. നമുക്കറിയാം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഏറ്റവും ക്രൈറ്റീരിയ അർഹിക്കുന്ന ഒരു വിഭാഗമാണ്, നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന വിഭാഗമാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ടാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളം ട്രാൻസ്ജെൻഡർ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പദ്ധതി തിരിച്ചറിയൽ കാർഡ് വിതരണമാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് TG ആണെന്നുള്ള തെളിയിക്കുന്ന ID പ്രൂഫ് നൽകുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു സോഷ്യലായിട്ടുള്ള അവരെ അംഗീകരിക്കുകയാണ് നമ്മൾ. അവരെ ID കൊടുത്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. സോ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. സെക്കൻഡ്, നെക്സ്റ്റ് പ്ലീസ്. സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരുപാട് TG-കാരുണ്ട്. കാരണം അവരുടെ അവജ്ഞ മൂലം അവരെ പഠനം ഉപേക്ഷിച്ച് പോവുകയാണ്. അവരുടെ പഠനം ഒഴിവാക്കാൻ വേണ്ടി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ സാക്ഷരത 4ാം തരം, 7ാം തരം, 10ാം തരം, 12ാം തരം എന്നീ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സാക്ഷരതാ മിഷൻ വഴിയാണ് ഈ സമന്വയ തുടർ വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് TG-മാർ ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ അവരെ നമ്മൾ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധിപ്പിച്ചിട്ട് അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന പദ്ധതിയാണ് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. അതുകൊണ്ട് നമ്മൾ അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, ട്രാൻസ്ജെൻഡർ സ്കോളർഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻഷ്യൽ ഏബിളിന്റെ സ്കോളർഷിപ്പും പറഞ്ഞു, നമ്മുടെ തടവുകാരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് പറഞ്ഞു. സെയിം ആണ് ഇവിടെയും ക്രൈറ്റീരിയ. സ്കൂളുകളിൽ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട്. അത് തുടക്കത്തിൽ രക്ഷിതാക്കളും മാഷന്മാരും കണ്ടെത്തൂല TG ആണെന്ന്. അതിനുള്ള ട്രെയിനിങ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തുടക്കത്തിലെ TG സ്വഭാവം കണ്ടെത്താനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവം കാണിച്ചാൽ നമ്മൾ പുച്ഛമാണ്, പെൺകുട്ടി ആൺകുട്ടിയുടെ സ്വഭാവം കാണിച്ചാലും പുച്ഛമാണ്. പക്ഷെ അങ്ങനെ അവഗണിക്കേണ്ടവരല്ല എന്ന് ഡോക്ടർമാർ ഇപ്പം അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവം കാണിക്കുന്നത് ജനറ്റിക്കലായിട്ടുള്ള TG-യുടെ ഒരു സ്വഭാവമായിട്ട് കാണേണ്ടതുണ്ട് തുടക്കത്തിൽ. അതിന് കൃത്യമായ ട്രെയിനിങ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സ്വഭാവം കാണിക്കുമ്പോൾ മക്കള് അവഗണന മൂലം പുറത്തു പോകുന്ന അവസ്ഥയുണ്ട്. നമ്മൾ പല സിനിമാ പേരൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പ്രത്യേകം പേര് പറയുന്നില്ല. അങ്ങനെ സിനിമാ പേര് പറഞ്ഞൊക്കെ നമ്മൾ അവരെ കളിയാക്കും. അങ്ങനെ കളിയാക്കി അവർ പ്രത്യേകം പുറത്തു പോവാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ആ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കി അറിയാം. സ്കൂൾ മുതൽ പ്രൊഫഷണൽ ഡിഗ്രി തലം വരെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കും. സ്കൂൾ വിദ്യാർത്ഥികൾ പ്രതിമാസം 1000 രൂപയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് 1500 രൂപയും കോളേജ് വിദ്യാർത്ഥികൾക്ക് 2000 രൂപയാണ് സ്കോളർഷിപ്പ് കിട്ടുക. അതുകൊണ്ട് ഈ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികളെ ഡ്രോപ്പ് ഔട്ട് തടയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രൊബേഷൻ ടീം അംഗങ്ങൾ ഈ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ കൊടുക്കണം, നല്ലൊരു പ്രൊപ്പഗൻഡ കൊടുക്കണം. നെക്സ്റ്റ് പ്ലീസ്. 23, നമ്പർ 23, ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം നൽകുന്ന പദ്ധതി. നമ്മൾ പ്രതിമാസം വാടക ഇനത്തിൽ 4000 രൂപ ഈ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് പഠിക്കാൻ. കാരണം വീട്ടിൽ നിന്നാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഡേ സ്കോളർ പ്രശ്നമാണെങ്കിൽ അവർക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റൽ വാടകയായിട്ട് 4000 രൂപ കൊടുക്കും TG സെക്ടറിന് ട്രാൻസ്ജെൻഡർ കുട്ടികൾക്ക്. നല്ലൊരു സ്കീമാണ്. ആ സ്കീമിനെ കുറിച്ച് നിങ്ങൾ പ്രചാരണം കൊടുക്കണം. 4000 രൂപ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ്. ഓക്കെ. 24, സംരംഭകത്വ വികസന പരിപാടി. നമ്മൾ സീസ്റ്റഡ് മുഖേന
സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവരെ നമ്മൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി സംരംഭകത്വ വികസനത്തിന് വേണ്ടി പരിശീലനം നൽകുന്നുണ്ട്. സീസ്റ്റഡ് ആണ് അതിനെ മുൻകൈ എടുക്കുന്നത്. 90 ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നമ്മൾ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പദ്ധതി സ്കീമുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സീസ്റ്റഡുമായിട്ട് സഹകരിച്ചിട്ട് അവർക്ക് പരിശീലനം കൊടുക്കുന്ന പദ്ധതിയാണ് ഈ സംരംഭകത്വ വികസന പരിശീലന പദ്ധതി. അതുകൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട മേഖലകളിൽ പരിശീലനം കൊടുക്കുന്ന ഒരു പരിപാടി സീസ്റ്റഡുമായിട്ട് സഹകരിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്ലീസ് 25. HIV സീറോ സർവൈലൻസ് സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം TG വിഭാഗം HIV-ക്കൊക്കെ കൂടുതൽ പ്രോൺ ആയ ഒരു വിഭാഗമാണ്. അവരുടെ മേഖല അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നതോടുകൂടി അവരുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പം HIV അത്തരം രോഗങ്ങൾക്കൊക്കെ എളുപ്പം അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് HIV സീറോ സർവൈലൻസ് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പല തൊഴിലുകൾ അവരെ ചെയ്യുന്ന അവരെ അതിൽ പിന്തിരിപ്പിക്കുന്നതിന് പല തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. HIV ഉൾപ്പെടെ പല ആരോഗ്യ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അവരെ HIV വിമുക്തമായ ഒരു സമൂഹം കെട്ടിപ്പിടിക്കാൻ വേണ്ടി അവരെ സാമൂഹ്യക്ഷേമ ബോർഡ് വഴി പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതി നമ്മൾ അവരെ HIV ഇല്ലാത്തൊരു ലോകം ആണ് നമ്മുടെ സ്വപ്നം. അതിൽ TG-ക്കാർ അങ്ങോട്ട് പോകരുത്. അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യക്ഷേമ ബോർഡ് വഴി പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിക്കും സാമൂഹ്യനീതി വകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി 26 24x7 ഹെൽപ്പ് ലൈൻ നമ്മളെ സാമൂഹ്യനീതി ഡയറക്ടറേറ്റിലേക്ക് ഇവരുടെ TG സെല്ലുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ആവശ്യത്തിന് നമുക്ക് TG സെല്ലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് തന്നെ ഗൈഡൻസ് കിട്ടും, റെഫറൻസ് കിട്ടും. അപ്പോൾ 24x7 ഹെൽപ്പ് ലൈൻ എന്ന രൂപത്തിൽ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറേറ്റ് തന്നെ അവർ TG സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ സേവനം ലഭ്യമാക്കാൻ കഴിയും. 27 പ്ലീസ്. ബ്യൂട്ടീഷ്യൻ പരിശീലന പദ്ധതി എറണാകുളത്ത് മാതൃക ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ നമ്മളെ എറണാകുളത്ത് ദ്വയ ട്രാൻസ്ജെൻഡേഴ്സ് ആർട്സ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി എറണാകുളത്ത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. അത് മറ്റ് ജില്ലകളിലും നടപ്പിലാക്കാൻ വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ബ്യൂട്ടീഷ്യൻ പരിശീലന പദ്ധതി അവർക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള ബ്യൂട്ടീഷ്യൻ പരിശീലനം. അറിയാം, സിനിമാ താരങ്ങൾക്ക് വരെ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്, പ്രശസ്തരായ ആളുകളുണ്ട്. അതുപോലെ അത്തരം ആളുകളുടെ സഹകരണത്തോടു കൂടി നമുക്ക് ഈ പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയും. ബ്യൂട്ടീഷ്യൻ പരിശീലന പദ്ധതി. 28 പ്ലീസ്. തയ്യൽ മെഷീൻ വിതരണ പദ്ധതി. ഇത്തരം ആളുകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങി വിതരണം ചെയ്യുന്ന പദ്ധതി. 100 ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തയ്യൽ മെഷീൻ നൽകുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് സീവിംഗ് മെഷീൻ, തയ്യൽ മെഷീൻ വാങ്ങി അവരുടെ സ്വയം തൊഴിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ ട്രാൻസ്ജെൻഡർ തയ്യൽ മെഷീൻ വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. 29 ലിംഗമാറ്റ ശസ്ത്രക്രിയ. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ലിംഗമാറ്റം. പുരുഷനാണെങ്കിൽ സ്ത്രീയായിട്ട് മാറേണ്ടി വരും, അതുപോലെ സ്ത്രീ ആണെങ്കിൽ പുരുഷനായിട്ട് മാറേണ്ടി വരും. അത്തരം ലിംഗമാറ്റ ശസ്ത്രക്രിയ ഒരുപാട് പണം ആവശ്യം വരും. ഇപ്പൊ പരമാവധി 2 ലക്ഷം രൂപ വരെ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ഇങ്ങനെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ധനസഹായം നൽകി വരുന്നുണ്ട്. ഇനി അടുത്തത് ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പോഷകാഹാരത്തിനും തുടർ ചികിത്സയ്ക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. നമുക്കറിയാം, ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലം അവർ അനുഭവിക്കുന്നുണ്ടെന്ന് അവരുടെ കമ്മ്യൂണിറ്റി പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ 3000 രൂപ പ്രതിമാസം വെച്ചിട്ട് അവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയുണ്ട്. ഒരു മാസം 3000 രൂപ വെച്ചിട്ട് നമുക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ ട്രാൻസ്ജെൻഡർമാർക്ക് 3000 രൂപ വെച്ചിട്ട് പ്രതിമാസം നൽകുന്ന പദ്ധതി. 31 സ്വയം തൊഴിൽ ധനസഹായം. അവർക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി 50,000 1 ലക്ഷം രൂപ വരെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നമ്മൾ ധനസഹായം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടി, പ്രത്യേകിച്ച് അവരുടെ വിവേചനങ്ങളിൽ നിന്ന്, അവകാശ ലംഘനങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. 1 ലക്ഷം രൂപ വരെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. മാത്രവുമല്ല, വനിതാ വികസന കോർപ്പറേഷൻ വഴി സ്വയം തൊഴിലിനുള്ള വായ്പ നൽകുന്ന പദ്ധതിയും സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് വഴി നേരത്തെ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പുറമെ വനിതാ വികസന കോർപ്പറേഷൻ വഴി സ്വയം തൊഴിലിനുള്ള വായ്പ അനുവദിക്കുന്ന പദ്ധതിയും നമ്മൾ നടപ്പിലാക്കി. 3 ലക്ഷം രൂപ വരെ അവർക്ക് വായ്പ കിട്ടും.
തീർച്ചയായിട്ടും അങ്ങോട്ട് നമുക്ക് ഇവരെ റെഫർ ചെയ്യാൻ കഴിയും. 33 ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, ഡ്രൈവിംഗ് പരിശീലനം 14 ജില്ലകളിലും നമ്മൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഡ്രൈവിംഗ് പരിശീലനത്തിന് വേണ്ടി സ്വയം തൊഴിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഡ്രൈവിംഗ് പരിശീലനത്തിന് വേണ്ടി നമ്മൾ പണം അനുവദിക്കുന്നുണ്ട്. അവരുടെ RTO ആയിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് പരിശീലനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രൈവിംഗ് പരിശീലനം നേടിയ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സ്വന്തമായി വണ്ടി എടുത്തിട്ട് ഡ്രൈവിംഗ് പരിശീലിക്കുകയും വണ്ടി ഓടിക്കുകയും ദൈനംദിന കാര്യങ്ങൾ ചെലവ് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. 34 ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 30,000 രൂപ 30,000 rupees നമ്മൾ ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്ക് വിവാഹം ചെയ്ത ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കൊടുക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം അപേക്ഷ സമർപ്പിക്കണം. 1 വർഷത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. ഇതാണ് കണ്ടീഷൻ. ഒരാൾ മാത്രം ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെങ്കിലും ധനസഹായത്തിന് അർഹത ഉണ്ടാവും. ഏതെങ്കിലും ഒരാൾ TG ആയാൽ മതി, രണ്ടാളും TG ആവണമെന്നില്ല. ഒരു അട്രാക്റ്റീവ് പ്രോജക്റ്റ് ആണ്. അവരുടെ വിവാഹം നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു അട്രാക്ഷൻ. ഓക്കെ, 35 ഇത്തരം ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി കെയർ ഹോം, ഷോർട്ട് സ്റ്റേ ഹോമുകൾ സാമൂഹ്യനീതി വകുപ്പ് നിർമ്മിക്കുന്നുണ്ട്. പല ജില്ലകളിലും അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവരെ സമൂഹത്തിൽ ചിലപ്പോൾ അവഗണന നേരിടുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് എവിടെ നിന്നുകൂടാ, പുച്ഛമാണ്, അവഗണനയാണ്, അതുകൊണ്ട് നമുക്ക് സ്ഥാപനം വേണം എന്നുള്ള ഡിമാൻഡ് വന്നപ്പോൾ കെയർ ഹോം, ഷോർട്ട് സ്റ്റേ ഹോമുകൾ വിവിധ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള സഹായവും നമ്മൾ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. 5 കെയർ ഹോം, ഷോർട്ട് സ്റ്റേ ഹോം ആരംഭിക്കുന്ന നടപടികൾ പൂർത്തിയായിട്ടുണ്ട് നമ്മളെ സംസ്ഥാനത്ത് ഇതിനു വേണ്ടി. ഓക്കെ, 36 നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈപുണ്യ വികസന പരിശീലന പരിപാടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ആർ അബൌട്ട് ട്രാൻസ്ജെൻഡർ പീപ്പിൾ. ക്ലിയർ ആണോ പ്രൊബേഷൻ ടീം മെമ്പേഴ്സ്? അതെ സർ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഡിഫറൻഷ്യലി ഏബിൾഡ് വ്യക്തികൾക്ക് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന 2 പദ്ധതികൾ ആർക്കും ഒന്ന് പറയാമോ? പ്ലീസ് റെസ്പോണ്ട്. ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന 2 പദ്ധതികൾ ആർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? Anybody please? Audio. വിദ്യാജ്യോതി, വിദ്യാകിരണം. വെരി ഗുഡ്. എന്താണ് വിദ്യാകിരണം? പ്രൊഫഷണൽ കോഴ്സ് 1ാം ക്ലാസ് മുതൽ PG വരെ ഭിന്നശേഷിക്കാരെ മാതാപിതാക്കളുടെ മക്കൾക്ക് കൊടുക്കുന്ന 7,500 രൂപ സ്കോളർഷിപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വേറൊരു പദ്ധതി എന്താണ്? ഇത് വിദ്യാജ്യോതി, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ 9th മുതൽ PG വരെ 40% ഭിന്നശേഷി വരുന്ന ലീഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. വണ്ടർഫുൾ. ഇനി കാഴ്ച പരിമിതിയുള്ള അമ്മമാർ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടല്ലോ, എന്താണ് ആ പദ്ധതിയുടെ പേര്? മാതൃജ്യോതി. വണ്ടർഫുൾ. ഓക്കെ, ഇനി നമ്മുടെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 പദ്ധതി പറയാമോ? ഏറ്റവും അട്രാക്റ്റീവായി നിങ്ങൾക്ക് തോന്നിയത്? ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി കാർഡ്, സാമൂഹ്യ നീതി വകുപ്പ് കൊടുക്കുന്ന ഐഡന്റിറ്റി കാർഡ്. പിന്നെ സ്വയം തൊഴിൽ ധനസഹായം കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മതി രാജലക്ഷ്മി. അതുല്യ രതീഷ് എന്ന് പറയാമോ? അതുല്യ രതീഷ് ഉണ്ടോ? ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് കൊടുക്കുന്ന ധനസഹായം, പിന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ശേഷം വേണ്ടിവരുന്ന ട്രീറ്റ്മെന്റിനുള്ള സഹായം. ഗോപിക, ഗുഡ്, വെരി ഗുഡ്. പ്രവീണ പറയാമോ? ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കൊടുക്കുന്ന പദ്ധതി പ്രവീണ. PG കൊടുക്കുന്ന 2 പദ്ധതി പറയൂ. സർ, അവരുടെ ദ്വയാന്നുള്ള ആ സംഘടന, പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ഓക്കെ, വണ്ടർഫുൾ, വണ്ടർഫുൾ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാലോ? യെസ് സർ.
നിങ്ങളെല്ലാവരും ഇതിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങൾ നെക്സ്റ്റ് പ്ലീസ് വയോജനങ്ങൾക്കുള്ള സീനിയർ സിറ്റിസണുള്ള പദ്ധതി ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ഇനി നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്കീമുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സീനിയർ സിറ്റിസൺസിനുള്ള നെക്സ്റ്റ് പ്ലീസ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, സായം പ്രഭ ഹോം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. സായം പ്രഭ എന്ന് പറയുന്നത് നമ്മൾ ഡേ കെയർ കൊടുക്കുകയാണ്. അതായത് വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന വയോജനങ്ങളുണ്ട്. കാരണം മക്കൾ അങ്ങ് ജോലിക്ക് പോകും. ചെറിയ മക്കളാണെങ്കിൽ അംഗനവാടിയിലോ LKG ക്ലാസ്സിലോ പോകും. അതുകൊണ്ട് 60 വയസ്സിന് ആളുകൾ അവിടെ ഒറ്റപ്പെട്ടു പോകും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ നമ്മൾ ഡേ കെയർ സെന്ററിൽ എത്തിക്കുന്നു. 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. അവിടെ നമ്മൾ എല്ലാ സംവിധാനവും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഭക്ഷണം കൊടുക്കുന്നു, വിശ്രമം കൊടുക്കുന്നു, കളി അല്ലെങ്കിൽ മറ്റേ വിനോദ പരിപാടികൾ കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു പദ്ധതിയാണ് സായം പ്രഭ ഹോം പദ്ധതി. അത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ലിങ്ക് ചെയ്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സായം പ്രഭ പദ്ധതി അത് നമ്മൾ ഡേ കെയർ സെന്റർ ആണ്. പാർക്കുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എത്തിക്കുന്നു, അവിടെ ഫുഡ് കൊടുക്കുന്നു, അവിടെ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു. വൈകുന്നേരം വീട്ടിൽ എല്ലാവരും തിരിച്ചെത്തുമ്പോൾ അവർക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാം. അങ്ങനെ ഒരു പദ്ധതിയാണ് സായം പ്രഭ പദ്ധതി. 38ാമത്തെ നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി, മന്ദഹാസം പദ്ധതി. മന്ദഹാസം പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രായമായ പല്ല് പോവും. പല്ല് പോയി കഴിഞ്ഞാൽ പലരും പറയില്ല. അപ്പൊ പല്ല് പോയി പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കും, വീട്ടുകാർ കളിയാക്കും. നിങ്ങൾക്ക് എന്തിനാ പല്ല്, വയസ്സായില്ലേ, ഇനി പല്ലില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. അതിനുവേണ്ടി നമ്മള് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ദാരിദ്ര്യക്ക് താഴെയുള്ള പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണം. അതാണ് മന്ദഹാസം പദ്ധതി. 60 വയസ്സിന് കഴിഞ്ഞ് ദാരിദ്ര്യക്ക് താഴെ ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ദന്തനിര വെച്ച് പിടിപ്പിച്ചു കൊടുക്കും. കൃത്രിമമായിട്ട് പല്ല് കൊടുക്കുന്ന പദ്ധതി. മന്ദഹാസം എന്ന് പറയുന്ന പേര് തന്നെ, അതിന്റെ പേര് തന്നെ ആ പദ്ധതിയുടെ ലക്ഷ്യം ഉണ്ടല്ലോ, അതാണ് മന്ദഹാസം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളാരും ചിരിക്കണ്ട. നമ്മളൊക്കെ പ്രായമാവാൻ പോവുകയാണ്. ഇപ്പൊ നമ്മള് യുവാക്കളാണ്. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ കൂട്ടത്തിലെത്തും. അപ്പൊ ഈ പദ്ധതിയൊക്കെ നിലനിൽക്കണം. നമുക്കും വന്ന് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പല്ല് വെച്ച് തരണം, സാമൂഹ്യനീതി വകുപ്പൊക്കെ. അപ്പൊ ഈ പദ്ധതിയൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണം മുന്നോട്ട്. അടുത്തത് 39ാമത്തെ കാര്യം നിങ്ങൾക്കറിയാം, വയോ അമൃതം പദ്ധതി. വയോ അമൃതം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഗവൺമെന്റ് വൃദ്ധസദനങ്ങൾ താമസക്കാർ ആയുർവേദ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം വൃദ്ധമന്ദിരങ്ങളുണ്ട്, 14 ജില്ലകളിലും വൃദ്ധമന്ദിരം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആയുർവേദ ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ് വയോ അമൃതം പദ്ധതിയുടെ ലക്ഷ്യം. സോ വയോ അമൃതം പദ്ധതി. 40 നിങ്ങൾക്ക് കാണാം, മ്യൂസിക് തെറാപ്പിയാണ്. മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ വൃദ്ധമന്ദിരത്തിൽ തന്നെ ആളുകൾക്ക് മ്യൂസിക് കൊടുക്കുക. അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ്. ഒരു മ്യൂസിക്കൽ പ്രൊഫഷണൽ ട്രൂപ്പിനെ നമ്മൾ വൃദ്ധമന്ദിരത്തിലേക്ക് ക്ഷണിക്കുക. എന്നിട്ട് ഒരു വൈകുന്നേരം അടിപൊളി ഗാനമേള, പ്രായമായവർക്ക് കൂടെ പാടാം, അവർക്ക് വേണ്ടി പാടാം. അങ്ങനെ മാനസികമായ ഉല്ലാസം. അതാണ് ഈ പദ്ധതിയുടെ മ്യൂസിക് തെറാപ്പിയുടെ ഒരു ലക്ഷ്യം. അത് മ്യൂസിക് തെറാപ്പിയും കൂടിയാണ്. കോഴിക്കോട്ട് തന്നെ ഡോക്ടറൊക്കെ ഉണ്ട്. മ്യൂസിക് തന്നെ ഒരു മരുന്നാണ്, നിങ്ങൾക്കറിയാലോ. സംഗീതം മരുന്നാണ്. അതുകൊണ്ട് പല രോഗങ്ങളും സംഗീതം കൊണ്ട് മാറുമെന്നാണ് പറയുന്നത്. പാട്ടൊക്കെ കേട്ടാൽ മനസ്സിന് ഒരു കുളിർമ ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആരംഭിച്ച പദ്ധതിയാണ് മ്യൂസിക് തെറാപ്പി. 41 വയോ അമൃതം, വയോമധുരം. വയോമധുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രായമാകുമ്പോൾ ഗ്ലൂക്കോസിന്റെ ഒക്കെ പ്രോബ്ലം വരും, പ്രമേഹത്തിന്റെ അസുഖം വരും. അത്തരം ദാരിദ്ര്യക്ക് താഴെയുള്ള പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോസിന്റെ അളവ് സ്വയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്റർ എന്ന ഉപകരണം സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് വയോ മധുരം പദ്ധതി. പ്രമേഹം, ഷുഗറിന്റെ അളവ് കണ്ടെത്താൻ പ്രായമുള്ള ആളുകൾക്ക് ഗ്ലൂക്കോമീറ്റർ എന്ന ഉപകരണം സൗജന്യമായിട്ട് കൊടുക്കും. അതാണ് വയോ മധുരം. ഇനി മാതൃക സായം പ്രഭ ഹോം പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സായം പ്രഭ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ചില പഞ്ചായത്തിലെ സായം പ്രഭ കുറച്ചുകൂടെ ആധുനികവൽക്കരിക്കുക, എല്ലാ സൗകര്യങ്ങളുമുള്ള സായം പ്രഭ ഹോമുകൾ ഉണ്ടാക്കുക എന്നുള്ളതും സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യമാണ്, വിശാലമായ അർത്ഥത്തിൽ. അതാണ് മാതൃക സായം പ്രഭ പദ്ധതി. 44 യോഗ തെറാപ്പി. നമ്മൾ വൃദ്ധസദനങ്ങളിലെ താമസക്കാർക്ക് യോഗ 44, സീരിയൽ നമ്പർ 44 സ്ലൈഡ് കാണിക്കാം. യോഗ തെറാപ്പി. ഓക്കെ, ദിസ് വൺ യോഗ തെറാപ്പി. യോഗ കൊടുക്കുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്ക് വേണ്ടി. യോഗ ഒരു മെഡിസിൻ
രീതിയിൽ അഭ്യസിച്ച് കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായിട്ടും നല്ല ഹീലിംഗ് ഉണ്ടാവും, ശാരീരികമായ സുഖമുണ്ടാവും, മാനസികമായ സുഖം ഉണ്ടാവും. അതിനുവേണ്ടി യോഗ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയും നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. നെക്സ്റ്റ് 45 സെക്കൻഡ് ഇന്നിങ്സ് പ്രോജക്റ്റ്. സെക്കൻഡ് ഇന്നിങ്സ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വരിക. കാരണം അമേരിക്കയിൽ നാഷണൽ തന്നെ നല്ല സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ മാത്രം നല്ല രീതിയിൽ പോകുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷേ കുറച്ച് NGO പാർട്ടിസിപ്പേഷനോട് കൂടി സ്ഥാപനങ്ങൾ ഒന്നുകൂടെ മികച്ചതാക്കുക. അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിങ്സ് പ്രോജക്റ്റ്. ചില NGOയുടെ ഇപ്പം കണ്ണൂർ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ചില NGOയുടെ സഹകരണത്തോടു കൂടി സർക്കാർ വൃദ്ധമന്ദിരങ്ങൾ നവീകരിക്കുക. അപ്പോൾ അവിടെ കൂടുതൽ സംവിധാനം സേവനങ്ങൾ എത്തിക്കുക. അപ്പോൾ അവരുടെ ഒരു നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് കേരളത്തിലെ വൃദ്ധമന്ദിരങ്ങൾ ഉയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 46 സൈക്കോ സോഷ്യൽ കെയർ ഫോർ എൽഡർലി ഇൻ ഓൾഡ് ഏജ് ഹോംസ് ഇൻ കേരള. സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള നിംഹാൻസുമായിട്ട് സഹകരിച്ചിട്ട് സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ സ്ഥാപനങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നുണ്ട്. 47 ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ നിയമനം. 47 ഓക്കെ. ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം പ്രൊബേഷൻ സപ്പോർട്ട് ടീമാണ്. അതുപോലെ ഈ RDO കോടതിയിലാണ് വയോജന സംരക്ഷണ നിയമപ്രകാരം വയോജനങ്ങൾ കേസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് വയോജനങ്ങൾ കേസ് കൊടുക്കുമ്പോൾ അവിടെ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ടെക്നിക്കൽ അസിസ്റ്റന്റിനെ നിയമിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റാണ് നിയമിച്ചത്. അവർക്ക് ഓണററി നമ്മളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വയോജനങ്ങളെ സഹായിക്കാൻ വേണ്ടി, കേസ് കൊടുക്കാൻ സഹായിക്കാൻ വേണ്ടി നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് നിയമിക്കുന്ന പദ്ധതിയാണ്. 48 ട്രൈബ്യൂണൽ വിചാരണയ്ക്ക് വന്ന വയോജനങ്ങളെ പദ്ധതി, അവർക്ക് സഹായം, ഇരിപ്പിട സൗകര്യം, ചായ, ലഘുഭക്ഷണം കൊടുക്കുന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രമായിട്ട് ഡിമെൻഷ്യ കെയർ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ പകൽ പരിപാലന ഡേ കെയർ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകൾ ഇങ്ങനത്തെ മോഡലായിട്ടുള്ള നവീനമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. That is about senior citizens. Okay, next please. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ഇവിടെ നിൽക്കാം തൽക്കാലം. അപ്പൊ ഞാൻ ഇതുവരെ സംസാരിച്ചത് ഡിഫറൻഷ്യലി ഏബിൾഡ്, ട്രാൻസ്ജെൻഡർ, സീനിയർ സിറ്റിസൺസ്, പ്രൊബേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, മുന്നോട്ട് പോകാലോ. പോകാം. ഇനി നമ്മള് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോണമസ് സംവിധാനമാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നിങ്ങൾ സൈഡിലേക്ക് നോക്കിയാൽ അറിയാം, 2009 സ്റ്റാർട്ട് ചെയ്തത്. ഒരു മിഷൻ മോഡലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമാണ്. ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുമ്പം ഒരുപാട് ടെക്നോളജിക്കൽ ആയിട്ടുള്ള സാങ്കേതികമായ കുറച്ച് വൈകൽ ഉണ്ടാവും. പക്ഷെ ഒരു മിഷൻ മോഡൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് സേവനം എത്താം എന്ന രീതിയിലാണ് 2009 കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതിനുണ്ട്. അതിന്റെ പദ്ധതികളിൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്, സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ആശ്വാസ കിരണം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. ആശ്വാസ കിരണം എന്ന് പറയുന്ന പദ്ധതി ശ്രദ്ധിച്ച് കേൾക്കണം. അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ കിടപ്പിലായിപ്പോയ രോഗികൾ ഉണ്ടെങ്കിൽ അവരെ നോക്കുന്ന ആളുകൾക്ക് പ്രതിമാസം 600 രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. അതായത് ഡിസബിലിറ്റി മൂലമോ മറ്റു മാറാരോഗങ്ങൾ മൂലമോ മരത്തിൽ നിന്നോ മറ്റോ വീണോ പരിക്കു പറ്റി അനങ്ങാൻ പറ്റാതെ കിടപ്പിലായിപ്പോയി. അവരെ ഫുൾ ടൈം ഒരാളെ നോക്കേണ്ടി വരും. അയാൾക്ക് അനങ്ങാൻ പറ്റില്ല. അങ്ങനെ ആ നോക്കുന്ന കെയർ ഗീവർക്ക് മാസം 600 രൂപ വെച്ചിട്ട് നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. അതാണ് ആശ്വാസ കിരണം. ഇപ്പൊ ഇന്നലെ നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. ആശ്വാസ കിരണം പദ്ധതി പ്രകാരം ഈ വർഷം 58 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. 58 കോടി. 1,13,713 ആളുകൾ ഗുണഭോക്താക്കളാണ് ഈ പദ്ധതിയുടെ. അതിൽ 600 രൂപ വെച്ച് നമ്മൾ മാസത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം 58 കോടി രൂപ ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് പെൻഡിങ് ആയിരുന്നു.
അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അപേക്ഷിച്ചവർക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി കിട്ടും. 58 കോടി രൂപ ധനവകുപ്പ് ഇന്നലെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് 1,13,713 ഗുണഭോക്താക്കൾക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ പണം കൊടുക്കും, ആശ്വാസ കിരണം എന്ന പദ്ധതി. അതുകൊണ്ട് അംഗനവാടി ടീച്ചർമാർ വഴിയാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്, അത് ഉടനെ കിട്ടും. നെക്സ്റ്റ് പ്ലീസ്. യെസ്, അതിന്റെ കവറേജ് ഇതാണ്. ഓൾ ബെഡ് റിഡൻ പേഷ്യൻസ് ഹു നീഡ് എ ഫുൾ ടൈം കെയർ ഗിവർ. ബെഡ് റിഡൻ പേഷ്യൻസ് ആയിരിക്കണം, ഫുൾ ടൈം ഒരു കെയർ ഗിവറുടെ സഹായം ആവശ്യമുള്ള ആളുകളായിരിക്കണം. മെന്റലി ചാലഞ്ചിന്റെ ആളുകൾക്കും പറ്റും. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മെന്റൽ ഇൽനസ് പോലുള്ള ആളുകൾക്കും പറ്റും. 100% ബ്ലൈൻഡ് ബെഡ് റിഡൻ ക്യാൻസർ പേഷ്യൻസിനും പറ്റും. ഓൾഡ് ഏജ്ഡ് ബെഡ് റിഡനും പറ്റും. ഓക്കെ, ബ്രിട്ടിൽ ബോൺ ഡിസീസ് ഉള്ള ആൾക്കും ഈ ആനുകൂല്യം കിട്ടും. നെക്സ്റ്റ്. Patient eligible, one who is totally bedridden, above 80%, one who cannot take care of himself, one who belongs to family below poverty line as per BPL list. And urban area 22,325 ആയിരിക്കണം, urban area 20,000 രൂപയായിരിക്കും എന്ന് പറയുന്നത്. No income limit for patients having anti-disabilities. One who is eligible for disability person under Indira Gandhi National Disability Pension of government, who is eligible for ആ പെൻഷൻ പ്രകാരമുള്ളത് കിട്ടില്ല. ആൻഡ് എൻഡോസൾഫാൻ അഫക്റ്റഡ് വിക്ടിംസ് ഹു ആർ ടോട്ടലി ബെഡ്രിഡൻ ആൾക്കും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, ഇത് അവരുടെ പിന്നെ കണ്ടീഷൻസ് ആണ്. ഫാമിലി മെമ്പർ ഓഫ് ക്ലോസ് റിലേറ്റീവ് ആയിരിക്കണം, അൺഎംപ്ലോയ്ഡ് ആയിരിക്കണം, സോഴ്സ് ഓഫ് ഇൻകം or at home to take off bedridden patient ആയിരിക്കണം, family in below poverty line ആയിരിക്കണം, should not be getting any other monetary returns or remuneration for the service. ഈ വേറെ എന്തെങ്കിലും റിമ്യൂണറേഷനോ ഓണറേറിയമോ ആണെന്ന് കിട്ടില്ല. one who receives any welfare pension, below old age pension, അങ്ങനെ അത് കിട്ടില്ല. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ക്യാൻസർ സുരക്ഷാ പദ്ധതി. ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ആണ് കേസർ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതി. റിമെയിൻസ് എ ലീഡിംഗ് കോസ് ഓഫ് മോർട്ടാലിറ്റി ഇൻ കേരള. നമുക്കറിയാം ക്യാൻസർ ഇപ്പൊ നല്ലൊരു ചെലവ് വരുന്നുണ്ട്. അതിനുവേണ്ടി റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം 800-850 ന്യൂ പീഡിയാട്രിക് ക്യാൻസർ ഓരോ കൊല്ലവും വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു പദ്ധതി രൂപീകരിച്ചാണ് ക്യാൻസർ സുരക്ഷ. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ക്യാൻസർ സുരക്ഷ എന്ന് പറയുന്നത് ഈ 2008 മാസം 1-ാം തീയതിയാണ് ക്യാൻസർ സുരക്ഷ സ്കീം വന്നത്. 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളെ ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ക്യാൻസറിന് സൗജന്യ ചികിത്സ കൊടുക്കുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. നെക്സ്റ്റ് പ്ലീസ്. എലിജിബിലിറ്റി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവുക, ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. അതിൽ എക്സ്പ്ലനേറ്ററി ആണ്, വായിച്ചാൽ തന്നെ അറിയാം. 18 വയസ്സിനുള്ള കുട്ടികളായിരിക്കണം. റേഡിയോളജിക്കലി ബയോപ്സി എന്നൊക്കെയുള്ള ട്രീറ്റ്മെന്റ് കിട്ടും. താഴെ പറയുന്ന കുട്ടികൾ കിട്ടില്ല. ആർക്കൊക്കെ? ചിൽഡ്രൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ മക്കൾക്ക് കിട്ടില്ല. മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്ലെയിം സ്കീം കവർ ചെയ്ത കുട്ടികൾക്ക് കിട്ടില്ല. ചില ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റലിലെ പേവാർഡിൽ പണം കൊടുത്ത് ചികിത്സ കഴിയുന്ന കുട്ടികൾക്ക് കിട്ടില്ല. അപ്പം വളരെ അറിയിക്കുന്ന കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. നെക്സ്റ്റ് പ്ലീസ്. ക്യാൻസർ സുരക്ഷ തൊട്ട് മുമ്പിലത്തെ പ്രീവിയസ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ്. അതിന് തൊട്ട് മുൻപിലത്തെ നെക്സ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്.
ക്യാൻസർ സുരക്ഷ ടെൻഡർ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ മുഴുവൻ തുകയും കിട്ടും. ഇനീഷ്യലി 50,000 രൂപയാണ് സീലിംഗ് ഓഫ് എക്സ്പെൻഡിച്ചർ പെർ ചൈൽഡ്. ആദ്യം 1,00,000 ആയിരിക്കും. കാൻ ഇൻകർ അഡീഷണൽ എക്സ്പെൻഡിച്ചർ, അതും ഉൾപ്പെടെ മുഴുവൻ തുക ലഭിക്കും. നെക്സ്റ്റ്. അല്ല, നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഹോസ്പിറ്റൽ കവേർഡ് അണ്ടർ ദാറ്റ് സ്കീം: റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ തിരുവനന്തപുരം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, മലബാർ MCC തലശ്ശേരി കണ്ണൂർ, ഗവൺമെന്റ് ഹെൽത്ത് ഹോസ്പിറ്റൽ എറണാകുളം. ഇത്രയും ഹോസ്പിറ്റലുകൾ കവേർഡ് ആണ് ഈ സ്കീം പ്രകാരം, ക്യാൻസർ സുരക്ഷ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ക്യാൻസർ സുരക്ഷാ പദ്ധതിയാണ്. ഇനി താലോലം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇനി പറയുന്ന രോഗങ്ങൾക്ക് സാമ്പത്തിക സഹായം കിട്ടും. ഫ്രീ ട്രീറ്റ്മെന്റ് ആണത് 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക്. എന്തൊക്കെയാ? കിഡ്നി ഡിസീസസ്, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, കാർഡിയോവാസ്കുലർ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ബ്രിട്ടിൽ ബോൺ ഡിസീസ്, ഹിമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഓർത്തോപീഡിക് ഡിഫോർമിറ്റീസ്, കൺജറ്റൽ അനോമലീസ്, എൻഡോസൾഫാൻ വിക്ടിംസ്, അതുപോലത്തെ ആക്സിഡന്റ് കേസസ് വിച്ച് നീഡ്സ് സർജറി. ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫ്രീ ട്രീറ്റ്മെന്റ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് താലോലം. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കണം. Patients belong to families who are too poor to afford treatment, irrespective of BPL APL. Limit will be eligible. BPL APL നിർബന്ധമില്ല, പക്ഷേ കുട്ടികളുടെ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്ത കുടുംബമായിരിക്കണം. അത്തരം കുടുംബങ്ങൾക്ക് താലോലം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. നെക്സ്റ്റ്. ഓക്കെ, താലോലം ഒരു കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും ചികിത്സ ആരംഭിച്ചിട്ട്. നോ പേവാർഡ് പെൻഷൻ വിൽ ബി, നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, അതിന്റെ ക്രൈറ്റീരിയ, അതിന്റെ അനുബന്ധമായ ക്രൈറ്റീരിയ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. Next slide, please. Next slide, please. ഇത് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ സ്നേഹപൂർവ്വം എന്നൊരു പദ്ധതിയിലേക്ക് പോവുകയാണ്. നമ്മൾ ക്യാൻസർ സുരക്ഷ പറഞ്ഞു, ആശ്വാസകിരണം പറഞ്ഞു. സ്നേഹപൂർവ്വം എന്നൊരു പദ്ധതിയുണ്ട്. ഓർഫനേജുകളിലാണ് 75,000 കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കഴിയുന്നു എന്ന റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഏകദേശം 1,500-ന്റെ മുകളിൽ ഓർഫനേജുകൾ നമ്മളെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ 80-90% ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഓർഫനേജ് ഹാവ് ഫാമിലീസ് ആൻഡ് റിലേറ്റീവ്സ്. ഈ ഓർഫനേജിൽ കഴിയുന്ന മിക്ക കുട്ടികൾക്കും ഫാമിലീസും അല്ലെങ്കിൽ റിലേറ്റീവ്സും ഉണ്ട്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ സ്നേഹപൂർവ്വം എന്ന് പറയുന്ന ഒരു പദ്ധതി തുടക്കം വിടുകയാണ്. അതായത് നമ്മളെ സ്ഥാപനം അവസാന അഭയമാണെന്ന് നമ്മളെ CRC-യിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഓർഫനേജുകൾ അയക്കുന്ന പ്രവണത അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്നേഹപൂർവ്വം പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് പ്ലീസ്. ഓർഫനേജുകളിൽ കുട്ടികൾ എത്തുന്നത് തടയുക, പകരം വീട്ടിൽ തന്നെ നിർത്തിയിട്ട് കുട്ടികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, അവരെ നോക്കുന്നവർക്ക്. അതാണ്. നെക്സ്റ്റ് പ്ലീസ്.
Next slide, please. Slide change. Okay. Next slide, please. ഹലോ സർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ചേഞ്ച് ഓക്കെ ഓക്കെ ചേഞ്ച് ഇവിടെ കാണുന്നില്ല. നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണ് തോന്നുന്നത് നമ്മൾ ചേഞ്ച് കാണില്ല. സർ പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ടോ? സ്നേഹപൂർവ്വം എന്നുള്ള സ്കീമാ. അതെ അതെ, സ്നേഹപൂർവ്വം അതിൽ ആ സൈഡിൽ നിൽക്കുകയാണല്ലോ, നമ്മൾ തുടർച്ചന് മുന്നോട്ട് പോകണ്ടേ. ഈ സ്നേഹപൂർവ്വം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മള് പറയാം, അതിന്റെ തുടർച്ചയാ പറയണ്ടേ. അതിൽ സ്റ്റില്ലായി നിൽക്കുകയാണല്ലോ അല്ലേ? അതെ സർ, അതെ സർ. ഓക്കെ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, കേൾക്കാം. നമുക്ക് തുടരാം അല്ലേ? ഓക്കെ. സ്ലൈഡ് കഴിയുമ്പോ വരും സർ, അതൊരു നെറ്റ് ഇഷ്യൂ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. നമുക്ക് അടുത്തേക്ക് പോവാം. സ്നേഹപൂർവ്വം എന്നാണ് പറയുന്നത്. സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി അനാഥാലയങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞു റിലേറ്റീവ്സ് ഉണ്ട്, എന്നിട്ടും ആളുകൾ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പൊ നമ്മൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരോ മരിച്ചുപോയ ആളുകൾക്ക് രക്ഷിതാക്കൾക്ക് എമൗണ്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണത്. പിന്നെ ഐഡന്റിഫൈ ഓർഫൻ ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി, അവരെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എമൗണ്ട് എന്ന് പറയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 300 രൂപ മാസത്തിൽ കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 300 രൂപ വെച്ച് വീട്ടിൽ തന്നെ കൊടുക്കുകയാണ് നമ്മൾ ആ കുട്ടികളെ നോക്കുന്ന ആൾക്കാർക്ക്. 6 മുതൽ 10ാം ക്ലാസ് വരെ 500 രൂപ പെർ മന്ത്, അപ്പൊ 5000 രൂപ ഒരു കൊല്ലം. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ 750 പെർ മന്ത്, 7500 ഒരു കൊല്ലം. ഡിഗ്രി ആൻഡ് അബവ് 1000 പെർ മന്ത്, 10000. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ കൊടുക്കുകയാണ്. അതായത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരോ മരിച്ചുപോയ ആളുകളെ നമ്മൾ ഓർഫനേജിലേക്ക് തള്ളേണ്ട കാര്യമില്ല. അവരെ നോക്കുന്ന ആളുകൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ അതിന്റെ സാമ്പത്തികമായ സഹായം ചെയ്യുന്നു. അതാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ടു സൺസ് ഡോട്ടേഴ്സ് വുമൺ ഹെഡഡ് ഫാമിലിയാണ്. BPL ഫാമിലി ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഗൃഹനാഥകൾ, അമ്മമാരായ ആളുകൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ടു സൺസ് ഡോട്ടേഴ്സ് ഓഫ് വുമൺ ഹെഡഡ് ഫാമിലീസ്, അമ്മമാർ ഗൃഹനാഥകളായ, അച്ഛന മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി, ഗൃഹനാഥൻ ഒഴിവായിപ്പോയ സ്ത്രീകളുടെ മക്കൾക്ക് ധനസഹായം കൊടുക്കുന്ന പദ്ധതിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട് എങ്ങനെ ഞാൻ പറയാം, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സെയിം. 5 മുതൽ 5ാം ക്ലാസ് വരെ 300 രൂപ മാസം, ഇൻറ്റു 10 3000. 6 മുതൽ 10ാം ക്ലാസ് വരെ 500 ഒരു കൊല്ലം 5000. +1 +2 750 ഒരു കൊല്ലം 7500. ഡിഗ്രി പ്രൊഫഷണൽ 1000. അങ്ങനെ ആ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഞാൻ ശ്രദ്ധിക്കണം, നേരത്തെ ഞാൻ പറഞ്ഞത് കുട്ടികൾക്കുള്ളതാണ്, ഇവിടെ അതല്ല. ഇവിടെ ഗൃഹനാഥകളാണ്, അമ്മമാർ മാത്രമാണ് വീട് നോക്കുന്നുണ്ടെങ്കിൽ അവരെ മക്കൾക്കുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ശ്രുതി തരംഗം എന്ന് പറയുന്ന ഒരു മനോഹരമായ പദ്ധതിയാണ്. ശ്രുതി തരംഗം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ പലർക്കും ചെവിട് കേൾക്കാൻ കഴിയും, പക്ഷെ അത് തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നൽകുന്ന സഹായമാണ്
കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി. അതാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയാണ്. കോക്ലിയർ സർജറിക്ക് വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുന്ന പദ്ധതി. കുട്ടികൾക്കാണ് അത് നടപ്പിലാക്കുന്നത്. ആ സർജറിക്കുള്ള കംപ്ലീറ്റ് സഹായം നമ്മളെ കേസ് ചെയ്യും. തുടക്കത്തിൽ തന്നെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഭദ്രത ഒഴിവാക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം. ഇത് ഞാൻ ഓർക്കുന്നുണ്ട്, കോഴിക്കോട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. യേശുദാസ് ആണ് ടാഗോർ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്തത്. യേശുദാസിന്റെ പാട്ട് കേൾക്കാൻ ഒരു മോന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് അത് കേൾക്കാൻ കഴിഞ്ഞില്ല. ആ മോൻ എന്നിട്ട് പത്രക്കാരോട് പറയും. അന്ന് മിനിസ്റ്റർ നമ്മളെ ടാഗോർ സെൻട്രൽ ഹാളില് യേശുദാസ് പാട്ട് പാടിക്കൊടുത്തു. ഈ സർജറി കഴിഞ്ഞ കുട്ടിക്ക് നല്ലൊരു മീഡിയ അറ്റൻഷൻ കിട്ടിയ പരിപാടിയായിരുന്നു. അതുകൊണ്ട് ശ്രുതി തരംഗം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, സമാശ്വാസം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി ഉണ്ട്. സമാശ്വാസം എന്ന് പറയുന്ന പദ്ധതി BPL ഫാമിലിയിൽപ്പെട്ട കിഡ്നി പേഷ്യൻസിനുള്ള പദ്ധതിയാണത്. കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പദ്ധതി. BPL കാറ്റഗറി ആയിരിക്കണം. മാസത്തിൽ 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. സമാശ്വാസം കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി 1000 പ്രതി മാസം വെച്ചിട്ട് കൊടുക്കും. ഇത് ICDS അംഗനവാടി ടീച്ചർമാർക്ക് അപേക്ഷ കൊടുത്താൽ മതി. അവർ വഴിയാണ് റൂട്ട് ചെയ്യുക. ICDS സൂപ്പർവൈസർ അന്വേഷണം നടത്തി CDPO വഴി KSM കൊടുക്കുന്നു. KSM അത് ഫോളോ അപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോസസ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക. ഓക്കെ, ഹീമോഫീലിയ പേഷ്യൻസിനും സമാശ്വാസം 3 ഉണ്ട്. ഇപ്പോൾ കിഡ്നി പേഷ്യൻസിന് വേണ്ടി മാത്രമല്ല, അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹീമോഫീലിയ പേഷ്യൻസിനും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ പദ്ധതി. നോ ഇൻകം സീലിംഗ് ഇല്ല. ഈ ഹീമോഫീലിയ പേഷ്യൻസ് ആയാൽ മതി. സ്നേഹ സാന്ത്വനം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. അടുത്ത പദ്ധതി സ്നേഹ സാന്ത്വനം. പദ്ധതിന് പേരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോട്ടോ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. സ്നേഹ സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി 1700 ഡിസബിലിറ്റി എൻഡോസൾഫാൻ വിക്ടിംസിന് കൊടുക്കുന്ന പദ്ധതിയാണത്. എൻഡോസൾഫാൻ വിക്ടിംസിന് പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി. ഓക്കെ, ഡിസബിലിറ്റി പെൻഷൻ കിട്ടുന്ന ആൾക്ക് 1700 കൊടുക്കും. ഡിസബിലിറ്റി പെൻഷൻ കിട്ടാത്ത ആൾക്ക് 2200 കൊടുക്കും. അതർ പേഷ്യൻസിന് 1200 കൊടുക്കും. എൻഡോസൾഫാൻ അത് കാസർഗോട്ടാണ് പ്രധാനമായിട്ടും ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ ജില്ലയിൽ അത്രയൊന്നും ഇല്ലല്ലോ. ദാറ്റ് ഈസ് അബൌട്ട് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ വിക്ടിംസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. 8 മുതൽ 10 വരെ 3000 കൊടുക്കുന്നുണ്ട്. 9 മുതൽ 12 വരെ 4000 കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്കോളർഷിപ്പും സ്നേഹസാന്ത്വനം ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. ഈ എൻഡോസൾഫാൻ വിക്ടിംസ് ആയിരിക്കണം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. സ്ലൈഡിൽ വ്യക്തമാണ്, നിങ്ങൾക്ക് സ്ലൈഡ് തരും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കറക്റ്റ് ക്രൈറ്റീരിയ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വ്യക്തമാവും. ഓക്കെ, കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, ഞാൻ കാണുന്നുണ്ട്. സ്നേഹസ്പർശം പറഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. അൺബെഡ് മദർ. അതാണ് സ്നേഹസ്പർശം. അൺബെഡ് മദറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹസ്പർശം പദ്ധതി 1000 മാസത്തിൽ വെച്ചിട്ട് നമ്മൾ അവർക്ക് എയ്ഡ് കൊടുക്കുന്നുണ്ട്. അവിവാഹിതരായ അമ്മമാർ വലിയൊരു പ്രോബ്ലമാണ്. അവരെ കുട്ടികൾക്ക് KSM നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, അപ്പൊ ഇത്രയും വിപുലമായ പദ്ധതികളാണ് നമ്മുടെ ഈ സെക്ടറിൽ നമ്മൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പദ്ധതികളുടെ പ്രയോജകരും പ്രചാരകരും ആവേണ്ടതുണ്ട്. ബിക്കോസ് യു ആർ ദ മെമ്പേഴ്സ് ഓഫ് പ്രൊബേഷൻ സപ്പോർട്ട് ടീം. വളരെ ജെന്യൂൻ ആയിട്ടുള്ള സർവീസ് നടത്തുന്ന നിങ്ങൾ ഇത്രയും പദ്ധതികൾ നോക്കൂ. നിങ്ങൾ കടല് പോലെ ആകാശം പോലെ എന്ന് ഞാൻ തുടക്കം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല. കടല് പോലെ ആകാശം പോലെ വിശാലമായ പദ്ധതികളാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക്കിന് വേണ്ടി നടപ്പിലാക്കുന്നത്. നമ്മളാണ് അശരണരുടെ കൂടെ, അനാഥരുടെ കൂടെ, ഉപേക്ഷിക്കപ്പെട്ടവരുടെ കൂടെ പബ്ലിക്കിന്റെ
ശ്രദ്ധ ആവശ്യമുള്ളവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ആ രീതിയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. യു ആർ മെമ്പേഴ്സ് ഓഫ് പ്രൊബേഷൻ സപ്പോർട്ട് ടീം എന്ന രീതിയിൽ അഭിമാനിക്കാം. ഇത്രയുമാണ് ഈ സെഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ കാര്യങ്ങൾ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ക്ലിയർ ആയിട്ടുണ്ട് സാർ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പിന്നെ PPT തന്നെ നിങ്ങൾക്ക് ഇവർ അയച്ചു തരും. അതിനെല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. വെൽ എക്സ്പ്ലെയിനറി ആണ് ആ സ്ലൈഡുകൾ. അതൊന്ന് നോക്കുക. അടുത്ത പരീക്ഷയ്ക്ക് ഇതൊന്നും ചോദ്യം ഉണ്ടാവും. ചോദ്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല സർ, അടുത്ത നമുക്കൊരു ഡിസ്കഷൻ ടൈം ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ സാർ. ഹലോ. പറയൂ. ഗോപിക KP മാഡം പറയൂ. സാർ, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് സ്കീംസ് ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ പോലും അറിയുന്നത് ഇപ്പോഴാണ്. മന്ദഹാസമായാലും വയോധികർക്കുള്ള ബാക്കി പദ്ധതിയൊക്കെ ആയാലും കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇപ്പം നമുക്ക് വൃദ്ധരായ അപ്പനമ്മയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചു കൂടി എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇത്രയും സ്കീംസ് ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ ജനങ്ങളിൽ നിന്നും അറിയാത്തത്. അതുകൊണ്ടാണല്ലോ വളരെ എക്സ്പീരിയൻസ്ഡ്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള നിങ്ങളൊക്കെ ഞങ്ങൾ പ്രൊബേഷൻ സപ്പോർട്ട് ടീമായിട്ട് നിയമിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വഴി ഇതൊക്കെ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചല്ലോ എന്തിനാണ് ഈ സെഷൻ. ഇപ്പോൾ മനസ്സിലായല്ലോ ഈ സെഷന്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങളൊരു 10 പേരോട് പറയുമ്പം 10 പേരോട് പറയും, ഒരു മൗത്ത് പബ്ലിസിറ്റി കിട്ടും, നല്ലൊരു അവയർനെസ് കിട്ടും, പബ്ലിക് കൂടുതൽ അറിയും, കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ ഗുണം കിട്ടും അല്ലേ? അപ്പോൾ നല്ല ചോദ്യമാണ്. ഗോപിക അതിന്റെ ഒരു പ്രചാരകയായിട്ട് മാറുക. ഗോപിക. ഓക്കെ, താങ്ക് യു. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറേ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സാർ പറഞ്ഞല്ലോ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി. അത് ഏതൊക്കെ കാറ്റഗറി ഉൾപ്പെടും സാറേ? പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനകത്ത് ഭിന്നശേഷി എന്നാ പറയുന്നുള്ളൂ മാഡം. അതിന് പ്രത്യേകിച്ച് സാർ 10,000 രൂപ വരെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഏത് കാറ്റഗറി? അതെല്ലാ ഭിന്നശേഷിക്കാരും പെടും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്താൽ മതി. അല്ല, ഏതൊക്കെ കോഴ്സാ സാറേ? കോഴ്സിന് പ്രത്യേക ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടില്ല. അപ്പം ഏതും ചെയ്യാല്ലേ? പരീക്ഷ പറഞ്ഞത് മനസ്സിലായി, പക്ഷെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാരുടെ ഒരു അത് വ്യക്തമായില്ലായിരുന്നു. അതെ, അത് വിദൂര വിദ്യാഭ്യാസം നടത്തിയാൽ മതി. അതിന് കിട്ടുമല്ലേ? അത് എവിടെ സാറേ അപേക്ഷിക്കണ്ടേ? ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് മാഡം. ഓക്കെ, താങ്ക് യു സർ. വൺ മോർ ക്വസ്റ്റ്യൻ സാറേ, ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഈ പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പ്രത്യേക, അവരെ ഞാൻ നമ്മുടെ പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പോഴേ അവർക്കൊരു മെന്റൽ സപ്പോർട്ട് നമുക്ക് എന്തൊരു സ്കീം ഉണ്ടോ സാറേ? വെരി ഗുഡ്, നല്ല ചോദ്യമാണ്. നമ്മളിപ്പോ നമ്മളതിനെ പല രീതിയിൽ ആലോചിക്കുന്നുണ്ട് മാഡം. ഇപ്പൊ നമ്മള് സാമ്പത്തികമായ ധനസഹായ പദ്ധതി, നമ്മൾ ട്രാൻസ്ജെൻഡർ കറക്റ്റ് ആണ് മാഡം പറഞ്ഞത്, ശരിയാണ്. ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കണം. കാരണം എപ്പോഴും അവർ പീഡനങ്ങൾക്ക് അനുഭവിക്കുന്ന വിഭാഗമുണ്ട്. മാത്രമല്ല നമ്മുടെ ട്രാൻസ്ജെൻഡർ പോളിസിയിൽ ഈ കാര്യം പറയുന്നുണ്ട്. അവർക്കുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ് നമ്മളൊക്കെ. അപ്പൊ അത് മാഡം പറഞ്ഞ ഒരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. അതിനുള്ള പദ്ധതികളും കൗൺസിലിംഗും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നിലവിലെ സ്കീം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ ഒരു പ്രപ്പോസൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്കീമൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അത് സാർ ഒന്ന് ഓർക്കണം. സപ്പോർട്ട് കൊടുത്താൽ, അങ്ങനെ കൊടുത്താല് ഒരു സ്കീം കൊടുത്താൽ അത് നമുക്ക് ഒത്തിരി പേർക്ക് അത് പ്രയോജനം ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ സാറേ. മാഡം എന്തിനാ വർക്ക് ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡ് ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. CWC ചെയർപേഴ്സൺ പത്തനംതിട്ട കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. നേരത്തെ 7 വർഷം CWC ചെയർപേഴ്സൺ ആയിരുന്നു പത്തനംതിട്ട. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അതെ, നമുക്ക് മാഡം പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഞാനും അവരെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് ഈ സാമ്പത്തിക സഹായത്തെക്കാൾ കൂടുതൽ അവരെ ഇമോഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വേണ്ടതുണ്ട്. ശരിയാ സാറൊന്ന് ആലോചിക്കുന്നത്. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാറേ, നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു മാഡം. മാഡം നോട്ടൊക്കെ എഴുതാൻ ഞാൻ കാണുന്നുണ്ട്. എഴുതിയെടുത്തു സാറേ. അതുപോലെ സാറിന്റെ ഈ മന്ദഹാസം പദ്ധതി ഇപ്പൊ ഞാന് നമ്മുടെ പത്തനംതിട്ടയുള്ള ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകുമ്പോഴേ അപ്പൊ കണ്ടോ മ്യൂസിക് തെറാപ്പി, അതുപോലെ യോഗ. ഞാൻ യോഗ ചെയ്യുന്ന ആളാ, ഞങ്ങൾ കോഴ്സിന് പോകുന്ന ആളാ.
യോഗ ഒക്കെ Okay. നല്ലതായിട്ട് അവർക്ക് ഈ ടെക്നിക് ഉണ്ടല്ലോ, നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സും ആ അതെ, അതെ. ടെക്നിക്സ് ഒക്കെ അവർ കൊടുക്കാനായിട്ട് അതിനൊരു കൂടുതൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. സജഷനുകളുണ്ട് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സർ. മാത്രല്ല മാഡം, മന്ദഹാസം തുടങ്ങുമ്പോഴേ ഭയങ്കരമായ വിമർശനം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്തിനാണ് നിങ്ങൾ പല്ല് വെക്കുന്നത്? പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം, ഈ വയസ്സും ഈ പ്രായമുള്ള ആളുകൾ പല്ല് പോയി എന്ന് പറയാൻ മടിക്കുന്നുണ്ട്. മാത്രമല്ല പല്ല് പോയത് കൊണ്ട് നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അവരെ കോൺഫിഡൻസ് ലെവൽ വല്ലാണ്ട് പിന്നോട്ട് പോയി. കോൺഫിഡൻസ് ലെവലാണ് ഏറ്റവും അതെ, അതൊക്കെ വല്ലാണ്ട് പോയി. അപ്പൊ വീട്ടുകാരോട് അവർ പറയുകയില്ല. വീട്ടുകാരോട് പറഞ്ഞാൽ അവർ ചോദിക്കും, വയസ്സാം കാലത്ത് എന്തിനാണ് അച്ഛന് പല്ല്, അമ്മയ്ക്ക് പല്ല് എന്ന് ചോദിക്കും. അപ്പൊ അതും കേൾക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആ പരിപാടി ഏറ്റെടുത്തിരിക്കുക. വെരി ഗുഡ്, നല്ലൊരു പദ്ധതിയാണ് സാർ. ഓക്കെ, താങ്ക് യു. എനി അതർ പ്ലീസ്? സാറേ നമസ്കാരം. സാറേ, ഈ മെന്റലി ചലഞ്ചർ ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലും സ്കീമുകൾ എന്തെങ്കിലും ഉണ്ടോ സാറേ? യെസ്, ഞാനീ പറഞ്ഞ പല പദ്ധതികളും ആ മെന്റലി ചാലഞ്ചഡ് ആൾക്കാർക്കും കൂടി ഉള്ളതാണ്. ഈ ഡിഫറൻഷ്യൽ ഏബിലിറ്റി വിഭാഗത്തിൽപ്പെടുന്ന പിന്നെ പല പദ്ധതികളും അവർക്കും കൂടി ബാധകമായതാണ്. ഞാൻ പറഞ്ഞല്ലോ, KSSMന്റെ പല പദ്ധതികളും പിന്നെ മെന്റലി ചാലഞ്ചഡ് ആയ ആളുകൾക്ക് കിടപ്പിലായ മറ്റേ പിന്നെ പറയാൻ പദ്ധതി ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. KSSMന്റെ പല പദ്ധതികളും പറഞ്ഞല്ലോ. അതുപോലത്തെ പദ്ധതികളൊക്കെ അവർക്കും കൂടി ബാധകമാണ്. പല ഡിസബിലിറ്റിന്റെ പല പദ്ധതികളും അവരെയും കൂടി അഡ്രസ് ചെയ്യുന്ന പദ്ധതികളാണ്. ഓക്കെ സാറേ. സാറേ, പിന്നെ മേഡം പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തുടങ്ങാൻ പറ്റുമോ സാറേ? അവർക്ക് ഇമോഷണലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. നല്ല നിർദ്ദേശമാണ്. നിങ്ങളെ പ്രൊബേഷൻ സപ്പോർട്ട് ടീം പോലെ ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീമും കൂടി ഉണ്ടാക്കാവുന്നതാണ്. അല്ലേ, നല്ലൊരു സജഷനാണ് അത്. നമുക്കത് ബന്ധപ്പെട്ട സമയത്ത് നിർദ്ദേശിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നല്ല സജഷനാണ്, ഗുഡ് സജഷൻ. മറ്റാർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. ഇന്നത്തെ ഈ സെക്ഷന് വന്നിരിക്കുന്ന ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററിൽ ഒരാളായ മിസ് ആതിര വി മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആതിര വി മാം. നമസ്കാരം. പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസും ജില്ലാ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പാക്കുന്ന കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ 14ാമത്തെ സെഷൻ അങ്ങനെ മനോഹരമായി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ വേളയിൽ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ്. അതിനായി ആദ്യമായി തന്നെ ഇന്നത്തെ ഈ വിഷയത്തിൽ മനോഹരമായി വളരെ ഇൻഫോർമേറ്റീവായിട്ടും ക്ലാസ് എടുത്ത നമ്മുടെ വിശിഷ്ട അതിഥി അഷ്റഫ് കാവിൽ സാറിന് ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ്റെയും ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരുടെയും പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി, ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസിലെ ഓഫീസേഴ്സും ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ മെൻറ്ററും മറ്റ് അംഗങ്ങളും, ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ അക്കാഡമി ഡയറക്ടർ, ഈ പ്രോഗ്രാമിൻ്റെ സൂപ്പർവൈസർ, അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അവസാനമായി, നമുക്കറിയാം എല്ലാ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൻ്റെ പാർട്ടിസിപ്പൻസാണ്. അതിനാൽ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പാർട്ടിസിപ്പൻസിനും ടെക്നിക്കൽ അസിസ്റ്റൻസും നൽകിയ എല്ലാ പേർക്കും തന്നെ ഞാൻ ലോ ആൻഡ് ജസ്റ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇതോടുകൂടി എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു. വൺസ് മോർ താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു അഷ്റഫ് സർ. ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഏവർക്കും ലീവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.